കർത്താവിന് സ്തോത്രം. തുടർമാനമായുള്ള വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം. ഈ സായം സന്ധ്യയിൽ വീണ്ടും വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ദൈവം അവസരം നൽകിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ രാത്രിയിൽ ദൈവവചനത്തിന്റെ കേൾവിയാൽ പഠനത്താൽ നിങ്ങളുടെ നിർമ്മല മനസ്സാക്ഷിയെ തൊട്ടുണർത്തി ക്രിസ്തുവേശുവിന് ശക്തന്മാരായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 5-ാം അധ്യായം സമാപ്തീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് 2 പാദങ്ങൾ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ഭാഗത്തിൽ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് സഭ ഉത്പ്രാവണം പ്രാപിക്കേണ്ടത് മഹോദ്രവത്തിന് മുൻപ്? അതിനോടുള്ള ബന്ധത്തിൽ ആദ്യമായി ഉപയോഗിച്ച വസ്തുത, യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ, ശേഷിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ 2 നാം പാദങ്ങൾ പഠിക്കുമ്പോൾ, ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പ്രസ്തുത ഭാഗങ്ങൾ തമ്മിൽ പല വിഷയത്തിലും യോജിക്കുന്നതായി തോന്നുന്നില്ല. അതാണ് ഒരു കാരണം. വിശുദ്ധ തിരുവചനത്തിൽ കാലം എടുത്ത് ദൈവം ഭാഗികമായി വെളിപ്പെടുത്തിയ സത്യങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സത്യങ്ങളെ ചേർത്തനാക്കി പഠിച്ചെങ്കിൽ നമുക്ക് ഉപദേശം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയാണ് നാം ഉപദേശം ഉണ്ടാക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് ഈ വസ്തുതകളെ നാം പഠിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ 2 കാലഘട്ടത്തിൽ യോജിക്കുന്നതായി മനസ്സിലാക്കുവാനായി കഴിയും. അങ്ങനെ 2 പാദങ്ങൾ. അത് കഴിഞ്ഞിട്ട് നാം തിരുവചനത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന പ്രസ്തുത വാക്യങ്ങൾ, അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന വേദവാക്യങ്ങൾ 2ാമത്തെ കാരണമായി ചൂണ്ടിക്കാട്ടി. 3, വേദപുസ്തക വ്യാഖ്യാനത്തിൽ അക്ഷരിക വ്യാഖ്യാന രീതി, അതാണ് ശരിയായ വ്യാഖ്യാന രീതി. അപ്പോസ്തോലനായ പൗലോസോ യേശുക്രിസ്തുവോ തന്റെ അപ്പോസ്തോലന്മാരോ പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അതിനെ ആലങ്കാരികമായി വ്യാഖ്യാനിച്ചില്ല, അതിന് ആലങ്കാരിക അർത്ഥം കൊടുത്തില്ല. അപ്പോൾ ആലങ്കാരിക വ്യാഖ്യാന രീതിയല്ല, ധാർമ്മിക വ്യാഖ്യാന രീതിയല്ല, ആത്മീക വ്യാഖ്യാന രീതിയല്ല, മറിച്ച് ലിറ്ററൽ അക്ഷരിക വ്യാഖ്യാന രീതി അവലംബിച്ചതുകൊണ്ടാണ് നവീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭത്തിൽ പോലും വിശ്വാസത്താൽ രക്ഷയുള്ള വസ്തുത മനസ്സിലാക്കുവാനിടയായത്. അതുപോലെ തന്നെ ഇനിയും ഇസ്രായേലും സഭയുമായിട്ടുള്ള വ്യത്യാസം, ആ കാരണം ഞാൻ പറഞ്ഞു. ആവർത്തന പുസ്തകം 28 മുതലുള്ള അധ്യായങ്ങൾ, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു സഭയെക്കുറിച്ച് പറഞ്ഞ പ്രയോഗങ്ങൾ, തുടർന്നുള്ള വെളിപ്പാടുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സഭയെക്കുറിച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാം കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ സഭയും ദൈവത്തിന്റെ സഭയും ഇസ്രായേലും ഒന്നല്ല. ഇസ്രായേലിനെ സഭ റീപ്ലേസ് ചെയ്തില്ല. ഇസ്രായേലിന്റെ തുടർച്ചയല്ല സഭയെന്നും നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പഴയകാലത്തിലും വിശ്വാസികൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന് പുറത്ത്. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും, ദൈവവചന ചരിത്രം. അവരെ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന വസ്തുത നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. അവർ വിശ്വാസികളായിരുന്നെങ്കിൽ പോലും ഇസ്രായേലിന്റെ കൂട്ടത്തിലല്ല അവരെ കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലും. ഇത്തരം കാരണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്യൂച്ചറിസം എന്ന് പറയുന്ന കാര്യവും ഞാൻ പറഞ്ഞു. ഇനി തുടങ്ങുകയാണ് പൗലോസിന്റെ ലോകത്തിലെ മനുഷ്യരെ വിഭജിച്ചുകൊണ്ടുള്ള പൗലോസിന്റെ വിഭജനം. അതിന് നമ്മൾ പറയുന്ന ട്രൈക്കറ്റമി, trichotomous view of Paul
1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നത് ദൈവസഭയോട്, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവീൻ. യഹൂദന്മാർ, യവനന്മാർ, 3 ദൈവസഭ. 3 ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും നമുക്ക് വിഭജിക്കാൻ കഴിയുന്നത് ഈ 3 ഗണത്തിൽ ഏതിലും ഒന്നിലാണ്. ഒന്നുകിൽ അവർ എത്നിക്കലി ഇസ്രായേൽ ഗോത്രങ്ങളിൽപ്പെടും, അതല്ലെങ്കിൽ യവനന്മാരെന്ന് പറയുന്നതിന് പകരമായി ഉപയോഗിക്കുന്ന ജാതികൾ, യഹൂദന്മാരല്ലാത്തവരെയാണ് ജാതികൾ. ഇതല്ലെങ്കിൽ ഈ 2 കൂട്ടങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ. ഇതാണ് 3 കൂട്ടം ഭൂമിയിലുള്ളത്. സഭയുടെ ആരംഭം കുറിച്ചതുകൊണ്ട് ഈ 2 ഗ്രൂപ്പ് ഇല്ലാതായില്ല. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത് യഹൂദനും യവനനും, അല്ലെങ്കിൽ യഹൂദനും ഇസ്രായേല്യരും എന്ന 2 വിഭജനം സഭയുണ്ടായപ്പോൾ ഇല്ലാതായില്ല. യഹൂദൻ ഒരു രാഷ്ട്രമാണ്, ജാതികൾ രാഷ്ട്രങ്ങളാണ്. ആ രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ രാഷ്ട്രങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരുണ്ട്. ആ രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളായി ഭൂമിയിൽ നിലനിൽക്കും രക്ഷിക്കപ്പെടുന്നവരെ കൊണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ 100 കണക്കിന് പ്രവചനങ്ങൾ നിവർത്തിയാകാനുണ്ട്. ഇസ്രായേൽ കൊടുത്തിരുന്ന പ്രവചനം എല്ലാം തന്നെ ഇസ്രായേലോടാണ് നിവർത്തിയായത്. നിവർത്തിയായ സകല പ്രവചനങ്ങളും അവരോടുള്ള ബന്ധത്താണ് നിവർത്തിയായത്. ഇവിടെ വരുമ്പോൾ 40 സഭയോട് നിവർത്തിയാകില്ല. ഇനി നിങ്ങൾ അസീറിയയോടുള്ള ബന്ധത്തിലുള്ള പ്രവചനം, നിവർത്തിയായ പ്രവചനങ്ങളെല്ലാം അസീറിയയോടുള്ള ബന്ധത്തിൽ നിവർത്തിയായി. ബന്ധത്തിലുള്ള പ്രവചനങ്ങളെല്ലാം ബന്ധത്തിൽ നിവർത്തിയായി. സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിലുള്ള പ്രവചനം അവരോട് മാത്രം നിവർത്തിയായി. അത് മറ്റൊരു രാഷ്ട്രത്തിനും ബാധകമായില്ല. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് പുതിയ വേദപുസ്തകത്തിൽ ഒരു രാഷ്ട്രത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ പ്രവചനമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് അതിന്റെ പ്രൈമറി ടാർഗറ്റ്. പ്രൈമറി അവനിലൂടെയാണ് നിവർത്തിയാകുന്നത്. ആ പുതിയ ഉടമ്പടി അവർക്ക് പഴയ ഉടമ്പടി ഉണ്ടാക്കിയത് ഇസ്രായേലിനോടാണ്. അവരോടാണ് ദൈവം പറയുന്നത് പുതിയ ഉടമ്പടി ഉണ്ടാക്കുമെന്ന്. അത് അവരോടുള്ള ബന്ധത്തിൽ നിവർത്തിയാകും. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് ആളുകൾ ഭൂമിയിലുണ്ട്. അവരെ ആർക്കും ഇടർച്ചയാകരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പുതിയ ഭൂമിയിൽ സഹസ്രാബ്ദത്തിന് ശേഷം വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയൊക്കെ കഴിഞ്ഞ് പുതിയ ഭൂമി ഉണ്ടാകുമ്പോൾ പുതിയ ഭൂമിയിൽ ഇസ്രായേലും രാഷ്ട്രങ്ങളും ഉണ്ടായിരിക്കും. ആ രാഷ്ട്രങ്ങൾ ഭൂമിയിൽ രാഷ്ട്രങ്ങൾ ഉണ്ടാകും. ആ രാഷ്ട്രങ്ങളിൽ ജനങ്ങൾ ഉണ്ടായിരിക്കും. ആ ജനങ്ങൾ ഭക്ഷിക്കും. ആ ജനങ്ങൾ കൃഷി ചെയ്യും. ഭൂമി മുഴുവൻ ഏകദേശം ഏദൻ തോട്ടം പാപം ചെയ്യുന്നതിന് മുൻപ് ആദമായിരുന്ന ഒരു തോട്ടമുണ്ട്, ഏദൻ തോട്ടം. അതേ അവസ്ഥയിലേക്ക് ഭൂമി രൂപാന്തരപ്പെടും. അതിനേക്കാൾ അല്പം കൂടെ ബെറ്റർ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് പുതിയ ഭൂമി എന്ന് പറയുന്നത്. അവിടെ മനുഷ്യർ വസിക്കും. ദൈവസഭയല്ല. ദൈവസഭ ദൂതന്മാർക്ക് സമന്മാരായി, ശാരീരിക ഘടനയിൽ ദൂതന്മാർക്ക് സമന്മാരായി, അവരെക്കാൾ വലിയ പദവിയിൽ യേശുക്രിസ്തുവിനോടുകൂടെ അവന്റെ ഭരണത്തിൽ പങ്കാളിയായി പുതിയ യെരുശലേമിലെ വാസികളായിരിക്കും. അല്ലാതെ ഭൂമിയിൽ അക്ഷരികമായ ശരീരത്തിൽ വസിക്കുന്നവരായിരിക്കില്ല ദൈവസഭ. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടും ദൈവത്തിന്റെ പദ്ധതി ഒന്നല്ല. അക്ഷരിക ശരീരത്തിൽ ഭൂമിയിൽ ആളുകൾ ശേഷിക്കും ഒരു കാലം കഴിയുമ്പോൾ. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വസ്തുത. അപ്പോൾ അവിടെ അക്ഷരിക രാജ്യങ്ങൾ ഉണ്ടായിരിക്കും പുതിയ ഭൂമിയിൽ. സഭയുടെ ആരംഭത്തിന് ശേഷവും ദൈവദാസനെ പൗലോസ് ലോകജനത്തെ വിഭജിക്കുന്നത് 3ആയിട്ടാണ്. സഭയുണ്ടാകുന്നതിന് മുൻപ് അവരെ വിഭജിച്ചിരുന്നത് 2ആയിട്ടാണ്, ജാതികളെന്നും യഹൂദന്മാരെന്നും ഇസ്രായേലെന്നും. ഈ ഗ്രൂപ്പിൽ നിന്ന് ആര് രക്ഷിക്കപ്പെട്ടു വന്നാലും, ഈ 2 ഗ്രൂപ്പിൽ നിന്ന് രക്ഷിക്കപ്പെടുമ്പോൾ അവരൊരു സഭയുടെ ഭാഗമായി തീരും. അവരുടെ എത്നിസിറ്റി നിലനിൽക്കുമെങ്കിൽ പോലും സഭ ഒരാത്മീക കൂട്ടായ്മയായി രൂപപ്പെടും. അവരുടെ രാഷ്ട്ര പൗരത്വമൊന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഓസ്ട്രേലിയക്കാരനും അമേരിക്കക്കാരനും ദൈവസഭയുടെ ഭാഗമാകുമ്പോൾ കൊക്കേഷ്യൻ അല്ലാതാകില്ല, മംഗോളിയൻ അല്ലാതാകയില്ല. അപ്പം എല്ലാവരുടെയും വംശ
വംശത്തിന്റെ അസ്തിത്വം നിലനിൽക്കുമ്പോൾ അവർ ആത്മീയ കൂട്ടമായി രൂപപ്പെടുന്നതാണ് സഭ. അവിടെ തൊഴിൽ ദാതാവുണ്ടാകും, തൊഴിലാളിയും ഉണ്ടാകും. അതുകൊണ്ടാണ് വേദോസത്തിൽ ആ ബന്ധങ്ങളെയൊക്കെ നിർവചിച്ചിരിക്കുന്നത്. ഭാര്യ ഉണ്ടാകും, ഭർത്താവ് ഉണ്ടാകും, യജമാനൻ ഉണ്ടാകും, ദാസൻ ഉണ്ടാകും. അടിമത്വമാണെന്നല്ല അതിന്റെ അർത്ഥം. അവിടെ അടിമത്വമല്ല, തൊഴിൽ ദാതാവും തൊഴിൽ ചെയ്യുന്നവനും. അതിന് ദൈവത്തിന് വലിയ പ്രസക്തിയാണ്. തൊഴിൽ ദാതാവിനോട് തൊഴിൽ ചെയ്യുന്നവനുണ്ടാകേണ്ട മനോഭാവം, അതാണ് വേദോസത്തിൽ പറയുന്നത്. അപ്പം ഈ സമൂഹം ഉള്ളതുകൊണ്ട്, മൂന്നായിട്ട് വിഭജിച്ചിരിക്കൊണ്ട്, സഭ ഇസ്രായേലിന്റെ ഭാഗമല്ല, സഭ ഇസ്രായേലിന്റെ തുടർച്ചയുമല്ല, സഭ ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്തതുമില്ല. സഭ ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ റിപ്ലേസ്മെന്റ് തിയോളജി ഡെവലപ്പ് ചെയ്തു. അത് ആന്റൈ സെമിറ്റിസം, ഇസ്രായേലിനോടുള്ള യഹൂദന്മാരോടുള്ള വിരോധമായി പരിണമിച്ചു. നൂറ്റാണ്ടുകൾ അവർ വേട്ടയാടപ്പെട്ടു. വേറൊരു വംശത്തോടും കാണിക്കാത്ത അനീതി അവരോട് കാണിച്ചു. അവർ ദൈവജനമായപ്പോൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടെന്നല്ല പറഞ്ഞത്. അവർ ലോകത്തിലെ മനുഷ്യരായിരിക്കൊണ്ട് അവർക്ക് പാർക്കുവാനുള്ള അവകാശമുള്ളത് കൊണ്ട്, ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നാൽ യഹൂദ വിരോധം മൂത്ത സഭ അവർക്കെതിരെ ആക്രമം അഴിച്ചുവിട്ടു. അതിന് രൂപാന്തരമുണ്ടായത് ഡിസ്പെൻസേഷണൽ വ്യവസ്ഥപരമായി ദൈവോചനം പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ജനാധിപത്യം പോലും ആവിഷ്കരിക്കപ്പെട്ടത്, ദേശങ്ങൾ ജനാധിപത്യ ഭരണത്തിന് അടിസ്ഥാനമിട്ടത് പോലും അമേരിക്കൻ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാപ്റ്റിസ്റ്റ് സഭയ്ക്ക് ഭയങ്കര സ്വാധീനമുണ്ടായി. സ്റ്റേറ്റും റിലീജിയനും രണ്ടായിരിക്കണമെന്ന് അതൊരു വലിയ സ്വാധീനമായി. അപ്പം വിശ്വാസമാണ് ഇതിന് അടിസ്ഥാന കാരണമായി തീർന്നത്. ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യരെ രക്ഷിക്കുക എന്നതോടൊപ്പം തന്നെ രക്ഷിക്കപ്പെടാത്തവരെ ശിക്ഷിക്കുക എന്നൊരു പദ്ധതി കൂടെ ഉണ്ട്. അത് ഈ കാലഘട്ടത്തിൽ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് ഖേദപൂർവ്വം ഓർപ്പിക്കട്ടെ. യൂണിവേഴ്സലിസം നമ്മുടെ ഇടയിൽ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സൽ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാരണം നിങ്ങൾ ശിക്ഷ ചെയ്താൽ ശിക്ഷയ്ക്ക് ഒരു ചേട്ടൻ പീരീഡിനകത്ത് ശിക്ഷ തീരും, അപ്പൊ പിന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നൊരു അസംഷൻ ഉണ്ടാക്കി. പക്ഷേ ഈ പാപം ആർക്കെതിരെ ചെയ്യുന്നത് എന്ന് നിർവചിക്കുന്നവർ മനസ്സിലാകുന്നില്ല. എനിക്കെതിരെ പാപം ചെയ്താൽ എൻ്റെ ആയുഷ്കാലത്തിന് അത്ര ശിക്ഷ അനുഭവിച്ചാൽ മതി. പക്ഷേ പാപം ചെയ്യുന്ന നിത്യനായ ദൈവത്തിനെതിരെയാണ്. ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവത്തിനെതിരെയാണ് പാപം. അപ്പോൾ അതിന്റെ ശിക്ഷ എന്താണ്? ഭൂമിയിൽ 60 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കൊന്നാൽ അവന് സാമാന്യമായ നിലയിൽ നീതിപൂർവമായ നീതിമ നടപ്പാക്കുന്നെടുത്ത് ആ മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു. പല രാഷ്ട്രങ്ങളും ആധുനിക ലോകത്തിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ശരിയാണ്. ആ മനുഷ്യന്റെ ആയുഷ്കാലം എടുക്കുന്ന ഈ മനുഷ്യനെതിരെയാണ് അനീതി ചെയ്ത് ജീവിച്ചിരിക്കേണ്ടവൻ. പക്ഷെ ഇവിടെ പാപമെന്ന് പറയുന്നത് ഈ മനുഷ്യർക്കെതിരെ ചെയ്യുന്നെങ്കിൽ ദൈവത്തിനെതിരെയുള്ളതാണ്. ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനങ്ങളാണ് പാപം. ആ ദൈവമാണ് കൽപ്പനകൾ കൊടുത്തത്. അതാണ് പ്രസക്തമാകുന്നത്. അതുകൊണ്ടാണ് ഈ നിത്യമായ ശിക്ഷ എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ ദൈവത്തിനെതിരെയാണ്. ഗാഡ് ഈസ് ഇൻഫിനൈറ്റ്. അവനെതിരെ ശിക്ഷിക്കുന്നതും ശിക്ഷ ഇൻഫിനൈറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, അടുത്ത വസ്തുതയാണ്. കാരണം എന്തുകൊണ്ട് കർത്താവിന്റെ വരവ് 2 പ്രാവശ്യം ഉണ്ടാകണം? അതിലാണ് സഭയ്ക്ക് വേണ്ടി വരുന്നത്. ഇനി ഹാർമണൈസേഷൻ ഓഫ് ദ സ്ക്രിപ്ചർ. വേദപുസ്തക ഭാഗങ്ങളെ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കുക. ഈ വേദപുസ്തകത്തിന്റെ പഠനവും വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനവും വേദ പഠിതാവിന്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ലജ്ജിക്കാത്തവരായിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനം പഠിച്ചവരായിരിക്കണം. പഠിക്കാതെ പ്രസംഗിക്കാൻ കഴിയില്ല, പഠിക്കാതെ പഠിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് സ്റ്റുഡന്റിന്റെ ഉത്തരവാദിത്വമാണ് പഠിക്കുക എന്നുള്ളത്. അപ്പം നാം പഠിച്ചാണ് നിർവചിക്കുന്നത് ഉപദേശങ്ങളെ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
വിശുദ്ധ വേദപുസ്തകത്തെ നാം ആദ്യം വ്യാഖ്യാനത്തോടുള്ള ബന്ധപ്പെട്ട് നമ്മൾ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത്. അതിനെ ഒരു ബുക്കായിട്ടല്ല, എന്ന് പറഞ്ഞ മാന്ത്രിക ദഡ് പോലെ ഒരെണ്ണം അല്ല, എടുത്ത് കുലുക്കുമ്പോൾ സംഭവിക്കുവാൻ നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ഒരു മാന്ത്രിക ദണ്ട് പോലെ. അതല്ലതിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ വചനം പഠിച്ച് അതിൽ നിശ്ചയം പ്രാപിച്ച് അത് ഹൃദയത്തിൽ കരുതി ആ ദൈവത്തിന്റെ വചന ജീവനായ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അനുഭവിക്കേണ്ടതിനും അനുസരിക്കേണ്ടതിനുമാണ് ദൈവം വചനത്തെ നൽകിയിരിക്കുന്നത്. അത് പഠിച്ചു ഗ്രഹിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിന്റെ ജനത്തോട് പറഞ്ഞു, അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ന്യായപ്രമാണം നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. അപ്പൊ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ വരുവാനുള്ള തലമുറയോട് നിന്റെ ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കുവോളം എന്നെ തള്ളിക്കളയല്ലേ എന്ന് പറഞ്ഞ ഒരു പിതാവിന്റെ ഉത്തരവാദിത്വമാണ് മക്കളെ പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഭവനങ്ങളിൽ ട്യൂട്ടർമാരുണ്ടായിരുന്നു, പഠിപ്പിക്കാൻ യജമാനന്മാരെ ദാസന്മാരെ നിയോഗിച്ചിരുന്നു. ട്യൂട്ടർ, ഗലാത്യ ലേഖനം വായിക്കണമെങ്കിൽ മനസ്സിലാകും. ന്യായപ്രമാണത്തെ നമ്മുടെ ശിശുപാലകനായി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിപ്പിക്കാൻ ശിശുപാലകന്മാരുണ്ടായിരുന്നു. അത് രണ്ടാമത്തെ പഠനം. 3, അവർക്ക് പുരോഹിതന്മാരുണ്ടായിരുന്നു പഠിപ്പിക്കാൻ. പുരോഹിതന്മാർ പഠിപ്പിക്കണം. അങ്ങനെ ജനം വചനം പഠിപ്പിക്കുന്നത്. പേരൻസ് ടു ടീച്ചേഴ്സ്, then the priest, ultimate authority to teach them. ദൈവവചനം പഠിക്കണം. നാം പഠിക്കുമ്പോഴാണ് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ആ പഠിച്ച വിഷയങ്ങളെ ഭാഗത്തോട് ചേർത്ത് പഠിച്ചിട്ട് അതിനെ തെറ്റുകൂടാതെ നിർവചിച്ചാണ് നാം ഉപദേശം ഉണ്ടാക്കുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ട്രിനിറ്റി വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ട്രിനിറ്റി വേദപുസ്തകത്തിൽ ഇല്ലാഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ആ വ്യക്തികൾക്ക് ട്രിനിറ്റി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം അവർ ചില പ്രയർ തോട്ടുകൾ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മുൻവിധിയോടെയാണ് വചനത്തെ അപ്രോച്ച് ചെയ്യുന്നത്. യഹൂദ മതത്തിൽ നിന്ന് മുൻപോട്ട് വന്ന അപ്പോസ്തലന്മാർക്ക് യേശുക്രിസ്തുവിനെ ദൈവമെന്ന് കണ്ട് ആരാധിക്കുന്ന ഒരു വൈമുഖ്യമുണ്ടായില്ല. കാരണം അവർക്കവരിൽ ദൈവ സ്വഭാവം മനസ്സിലായി. ആദിമസഭ സീസറെ ലോർഡ് എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചതാണ്. രാജാവിനെ ബഹുമാനിച്ചു, പക്ഷെ അവർ ഇതില്ല. എന്താ കാരണം? അവർ സീസറെ കർത്താവ് അംഗീകരിച്ചില്ല. യജമാനൻ എന്ന അർത്ഥത്തിൽ അവർ വേണമെങ്കിൽ വിളിക്കും, പക്ഷേ ദൈവം എന്ന കർത്താവ്, സൃഷ്ടിതാവ്, ദൈവം എന്ന അർത്ഥത്തിൽ അവരെ കർത്താവ് എന്ന് വിളിക്കാൻ വൈമുഖ്യം കാണിച്ചു. അങ്ങനെയുള്ളവരാണെങ്കിൽ യേശുക്രിസ്തുവിൽ ദൈവസാരാംശം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആരും അവനെ ദൈവം എന്ന് വിളിക്കില്ലായിരുന്നു, കർത്താവ് എന്ന് വിളിക്കില്ല. അവരിൽ ദൈവസാരാംശം അവർ കണ്ടു. അവനിൽ അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു. അവരിൽ അവരുടെ ഏകജാതനായവനെ ദർശിച്ചു. ദൈവത്തിന്റെ അവർ ദൂതന്മാരെ ആരാധിക്കുന്നവരല്ല. ചിലർ ദൂതപ്രത്യക്ഷമെങ്കിൽ അതിനെ ദൂതന്മാരെ ആരാധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ദൂതന്മാരൊക്കെ ആ സമയത്ത് വിലക്കി. അതുകൊണ്ടാണ് നമ്മൾ വസ്തുത പറയുന്നത്. അപ്പം ട്രിനിറ്റി പഠിക്കുമ്പോൾ, തൃത്വം പഠിക്കുമ്പോൾ ആ തൃത്വ ഉപദേശത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് തൃത്വോപദേശം വചനവിരുദ്ധമാകുന്നില്ല, മറ്റവരുടെ ഉപദേശം ശരിയുമാകുന്നില്ല. കാരണം തൃത്വോപദേശം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ ബുദ്ധിപൂർവമായ പഠനത്തെ ശരിയാവിധം നിർവചിച്ചത് കൊണ്ടാണ്. അതുപോലെയാണ് ഏതൊരു ഉപദേശം ഉണ്ടാക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള രക്ഷ. റോമാസഭ പഠിപ്പിക്കുന്ന വിശ്വാസത്താലുള്ള രക്ഷയല്ല, ബാപ്റ്റിസ്മൽ റീജനറേഷൻ, മാമോദീസ മൂലമുള്ള വീണ്ടും ജനനം. മറ്റ് സഭകൾ പഠിപ്പിക്കുന്ന വിശ്വാസത്താൽ ഉള്ള രക്ഷ. അപ്പോൾ തന്നെ ബാപ്റ്റിസ്റ്റ് സഭകൾ, ബ്രദറൻ സഭകൾ, പെന്തക്കോസ്ത് സഭകൾ വിശ്വാസ സ്നാനം കൊടുക്കുമ്പോൾ, വിശ്വസിച്ചവനെ ജലത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ വിശ്വാസ രക്ഷ എന്ന് പഠിപ്പിക്കുന്ന നവീകരണ സഭകൾ ഉടമ്പടിയുടെ അടയാളം എന്ന് വെച്ചുകൊണ്ട് ശിശുസ്നാനം കൊടുക്കുന്നു.
അപ്പൊ ഒരു വ്യാഖ്യാനത്തിൽ തെറ്റി. അടിസ്ഥാനപരമായി രക്ഷയുള്ള ഉപദേശം ശരിയാണെങ്കിലും ഇവിടെ തുടർന്നുള്ള ഉപദേശത്തിൽ ഭാഗികമായി തെറ്റിപ്പോയി. തൃത്വോപദേശത്തിൽ റോമാസഭയോട് പെന്തക്കോസ്ത് സഭകൾക്ക് സിമിലാരിറ്റി ഉണ്ടെങ്കിലും മറ്റുപദേശങ്ങൾ മുഴുവൻ തെറ്റിക്കിടക്കുകയാണ് റോമാസഭയോടുള്ള ബന്ധത്തിൽ. ഇവിടെയാണ് വസ്തുതകളിൽ ഉപദേശം ഉണ്ടാകുക എന്ന് പറയുന്നത്. പഠിക്കുക, വ്യാഖ്യാനം അതിനെ യോജിപ്പിക്കുക, മറ്റു ഭാഗങ്ങളെ ഖണ്ഡിക്കാതെ ആ വിഷയങ്ങളെ ക്രമീകരിക്കുക. അങ്ങനെ ചെയ്താൽ ഈ ഉപദേശം കർത്താവിന്റെ സഭയെ ഉത്പ്രാപണം മഹോദ്രവത്തിന് മുൻപ് എടുക്കുമെന്ന് മനസ്സിലാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ തന്നെ എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ മാർട്ടിൻ ലൂഥർ പറയുന്ന നവീകരണ നേതാവ് യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് തെറ്റിദ്ധരിച്ചു. അദ്ദേഹം പണ്ഡിതനായിരുന്നു, നവീകരണത്തിന് നന്ദി കുറിച്ചതാണ്, അതിൽ നാം ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ. പക്ഷെ യാക്കോബിന്റെ ലേഖനത്തെ അപ്പോൾ പുള്ളി ചെയ്തു, ഹി ഫോൾ അപ്പോൺ. അപ്പൊ പറഞ്ഞു പലായൻ തിയോളജിയെ കോൺട്രഡിക്ട് ചെയ്യാണ്. ഹി സെഡ് ഹി കോൺട്രഡിക്ട് ദി ജസ്റ്റിഫിക്കേഷൻ ബൈ പഠിപ്പിക്കുന്ന പുസ്തകം തള്ളിക്കളയാൻ. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം തള്ളിക്കളി. രണ്ട് പുസ്തകവും പുതിയ നിയമത്തിന്റെ കാനൽ എടുത്തുകളെന്ന് അവകാശപ്പെട്ടു. ആര്? മാർട്ടിൻ ലൂഥർ എന്ന നവീകരണ നേതാവ്. തെറ്റിപ്പോയി. ഇന്ന് നവീകരണ നേതാക്കന്മാർ ആരും പറയില്ല. ഈ നൂറ്റാണ്ടിൽ ഒരൊറ്റ നവീകരണ നേതാക്കന്മാരും പറയില്ല ഈ രണ്ട് പുസ്തകങ്ങൾ ബിബ്ലിക്കൽ കാനോനിൽ നിന്ന് മാറ്റണമെന്ന്. ആധുനിക ലിബറൽ തിയോളജിയൻസ്മാര് അതിന്റെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ കാനോനിസിറ്റിയെ ആ നവീകരണ സഭകൾ പറയുന്നില്ല. അലങ്കാരിക വ്യാഖ്യാനം ഉണ്ടായതുകൊണ്ടാണ് നവീകരണ സഭയ്ക്ക് വലിയ പോരായ്മ ഉണ്ടായത് പിൽക്കാലത്ത്. ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ഒട്ടുമിക്ക നൂതന ഉപദേശങ്ങളും പുറപ്പെട്ടു വന്നത് ഇവരുടെ സഭകളിൽ നിന്നാണ്. നിയോ ഓർത്തഡോക്സി അവരുടെ സ്കോളേഴ്സാണ് പടച്ചുവിട്ടത് മുഴുവൻ. കാരണം അവർ പല വേദഭാഗത്തെയും ആലങ്കാരികമായി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാളിച്ച പിൽക്കാലത്തുണ്ടായത്. അപ്പോൾ നീതീകരണ വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പൊ ഇതെല്ലാം തന്നെ ദൈവവചനത്തെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നാം വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ റോമാസഭയുടെ ഉപദേശം സ്വീകരിക്കേണ്ടി വരും. ഇവിടെയാണ് വസ്തുത. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കാരണമാണ് ദൈവവചനത്തിൽ പറഞ്ഞ പ്രോമിസ് ഓഫ് ഡെലിവറൻസ് ഫ്രം ഡിവൈൻ റാത്ത്. വെളിപ്പാട് 3:10. സഹിഷ്ണുതയെ കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. വാഗ്ദാനമാണ് ദൈവത്തിന്റെ എന്നാണ്. അവൻ എന്ന് പറഞ്ഞ ഉവാണ്, ഇല്ല എന്ന് പറഞ്ഞ ഇല്ല. ഇത് വാഗ്ദാനമാണ്, കാക്കുവാൻ കഴിയുന്ന വാഗ്ദാനമാണ്. ഓക്കെ, ഇവിടെ പറയാ ഈ കാലഘട്ടം വരെ സഭ പീഡനത്തിലൂടെ കടന്നു പോവുക, അതിന് സംശയമാക്കില്ല. സഭ പീഡനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരോട് പറയാം, വരുവാനുള്ള പീഡനത്തിൽ നിങ്ങളെ കാക്കുന്നു പറയുന്നത് യുക്തി. ഈ പീഡനത്തെയാണ് ആ പീഡനമെങ്കിൽ സഭയെ അന്ന് അഭിമുഖീകരിച്ച് കടന്നു പോകുന്ന പീഡനമാണ്. ഈ പറയുന്ന പീഡനമെന്ന് സുബോധമുള്ള ആരും പറയില്ല. കാരണം സഭ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ സഭ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ വരുവാനുള്ള പരീക്ഷാകാലത്ത് നിങ്ങളെ കാക്കുമെന്ന് പറയുമ്പോൾ അവർ കടന്നു പോകുന്ന പീഡനം അല്ല എന്നത് വ്യക്തമാണ്. സുബോധമുള്ള ആർക്ക് മനസ്സിലാക്കും. അവർ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, സഭ എല്ലാ സഭകളും ഭൂലോകത്തിലൊക്കെയും വരുവാനുള്ള കാപത്തിൽ ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ പ്രസ്തുത വിഷയം യുക്തിസഹജമല്ല. കാരണം അവര് പീഡനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് ശരിയാകണമെന്നുണ്ടെങ്കിൽ കടന്നു പോകുന്ന പീഡനമല്ല ഇവിടെ അവരെ സൂക്ഷിക്കുമെന്ന് പറയുന്ന പീഡനമെന്ന് വ്യക്തമാണ്. വേദോസ്തവത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നിങ്ങളോട് അടുത്തു. രക്ഷിക്കപ്പെട്ട അവർക്കല്ല അവിടെ പറയുന്നത്, അവർ രക്ഷിക്കപ്പെട്ടവരാണ്. അതിന് ഈ രക്ഷ അടുത്തു എന്ന് പറയുന്നത് എന്താണ്? അവിടെ രക്ഷയുടെ പൂർത്തീകരണമാണ്. രണ്ട് വസ്തുതയാണ്. ഒന്നിന്റെ ആത്യന്തിക അനുഭവത്തെയാണ് പറയുന്നത്. അത് വാൾക്കുന്നവർക്ക്
അതുപോലെ ഇവിടെ അവർ പീഡനത്തിലൂടെ കടന്നവരോട് നോക്കി ഞാൻ നിങ്ങളെ കക്കാം എന്ന് പറയുന്നു വരുവാനുള്ള ലോകത്തിൽ നിന്ന്. അപ്പോൾ ആ വരുവാനുള്ള കോപം എന്ന് പറയുന്നത് തിരിച്ചറിയാൻ കഴിയുന്നതും ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്നതും അല്ലാത്തതുമായ ഒരു കഷ്ടതയാണോ എന്ന് വ്യക്തമാണ്. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ സഭ ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല എന്ന് പഠിപ്പിക്കാം. കാരണം ഭൂലോകത്തിലുള്ളവരെ പരീക്ഷിക്കേണ്ടതാണ് അത് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാര്യം പറയുന്നത്. ഞാൻ നിങ്ങളെ മറ്റൊന്ന് ഭൂലോകത്തിൽ പാർക്കുന്നവർ. വിശുദ്ധ തിരുവചനത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ ഒരുപാട് അടയാളങ്ങളും ഉപമാനങ്ങളും നൽകിയിട്ടുണ്ട്. മെറ്റഫോർ, ആലങ്കാരിക പദങ്ങളുണ്ട്. അത് ഒന്നും ഭൂലോകത്തിൽ പാർക്കുന്നവർ എന്ന ഒരു ഡെസിഗ്നേഷൻ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇല്ല. ഭൂലോകത്തിൽ പാർക്കുന്നവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനം. അതുകൊണ്ട് അവരെ പിന്നെ ഭൂലോകത്തിൽ പാർക്കുന്നവർ എന്നറിയപ്പെടുന്നില്ല. അവരെ വിളിക്കുന്നത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നവർ, ദൈവത്തിന്റെ കെട്ടിടം, യേശുക്രിസ്തുവിന്റെ ശരീരം, ദൈവത്തിന്റെ തോട്ടം, വിശുദ്ധ മന്ദിരം, അങ്ങനെ വിവിധ അലങ്കാരിക മെറ്റഫോറിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നും ഭൂമിയിൽ പാർക്കുന്നവർ എന്ന് പറയുന്ന ഒരു കൂട്ടമില്ല. അവർ ഭൂമിയിൽ പാർക്കുന്നവരെങ്കിലും അവർ ഭൂമിയിലുള്ളവരല്ല. അതാണ് വേദവശം പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ ഇല്ലാത്തവരെ ഭൂമിയിൽ പാർക്കുന്നവരെന്ന് വിളിക്കില്ല. ഭൂമിയിൽ പാർക്കുന്നവർ ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ മരിച്ച് ന്യായവിധിക്കായി ശേഷിക്കുന്നവരാണ്. അല്ലാതെ രക്ഷിക്കപ്പെട്ടവരല്ല. അവരെ പരീക്ഷിക്കേണ്ടതാണ്. അവരെ പരീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് പരീക്ഷിക്കുന്നത് ചോദിച്ചാൽ, ടെസ്റ്റിംഗ് ദം ഓഫ് ദെയർ ലോയൽറ്റി, അവസരം കൊടുക്കണം രക്ഷിക്കപ്പെടുവാൻ. ഇന്നും ഭൂമിയിലുള്ളവരെ സുവിശേഷം പരീക്ഷിക്കുക ചെയ്യുന്നത്. പ്രസംഗിക്കുമ്പോൾ ദൈവം അവരെ പരീക്ഷിക്കുകയാണ്. എന്നറിയാമോ? വാട്ട് ഈസ് യുവർ ലോയൽറ്റി? നിങ്ങൾ സുവിശേഷത്തിന്റെ ദൈവത്തെ തിരുമുതൽ ലോകത്തോട് പോകുമോ? അതന്നെയാ. അവസരം അവിടെ സുവിശേഷത്തെ പരീക്ഷിക്കുകയാണ്. അവരുടെ ദൈവത്തിന്റെ കാപ്പ കൊടുക്കുക, അവരുടെ മേൽ ഒഴിച്ചിട്ട് മാനസാന്തരപ്പെടാൻ അവസരം ഉണ്ടാകുന്ന കൊടുക്കുന്നു. അല്ലെങ്കിൽ അവരെ ദൈവം തള്ളിക്കളയും. അതാണ് അവിടുത്തെ പ്രസ്തുത വിഷയം. ഇവിടെ ഭൂമിയിൽ പാർക്കുന്നവരെന്ന് പറയുന്ന സഭയെക്കുറിച്ചുള്ള വസ്തുതമല്ല. അത് സഭയുടെ ഒരു ഉപമാനമല്ല, അലങ്കാരികമായി ഉപയോഗിച്ചിട്ടുള്ള അടയാളമല്ല, മെറ്റഫോറുമല്ല. അത് ലോകത്തിൽ പാർക്കുന്നവരെ വിളിക്കുന്നതാണ്, ഭൂമിയിൽ പാർക്കുന്നവരെ പരീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൽ എന്തെയും സഭയെ കാക്കുന്ന ദൈവമാണ് വാഗ്ദാനം ചെയ്തത്. ആ വാഗ്ദാനം ഒന്ന് വർദ്ധിക്കും. ദൈവസഭയെ കാക്കും വരുവാനുള്ള കോപത്തിൽ നിന്ന്. ഇനി 1 5 അധ്യായം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ വേദമായി മനസ്സിലാകുന്നത് കാലങ്ങളെ കുറിച്ച് അറിയണ്ടെന്നാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? പറയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലോകത്തിലുള്ള എല്ലാ സഭകളും വരുവാനുള്ള കാലത്തെ കുറിച്ച് അറിയണം. ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം തെസ്സലോനിക്ക സഭ അറിയണം. തെസ്സലോനിക്ക സഭ, കൊരിന്ത്യ സഭ അറിയണം, കൊരിന്ത്യ സഭയല്ല റോമാ സഭ അറിയണം. ലോകത്തിലുള്ള എല്ലാ സഭകളും അറിയണം. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച്, കാലങ്ങളെയും സമയങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കാൻ ആവശ്യമില്ല. കാരണം പൗലോസ് അവരെ പഠിപ്പിച്ചു കാലങ്ങളെ കുറിച്ച്. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതി അറിയിക്കേണ്ട കാര്യമില്ലെന്നവരോട് പറയുന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനി എഴുതി അറിയിക്കേണ്ട കാര്യമില്ല. ഇനി എന്നിട്ട് 9ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മെ കോപത്തിനല്ല, എന്തിനല്ല വിളിച്ചിരിക്കുന്നത്? കോപത്തിനല്ല. കർത്താവ് യേശുക്രിസ്തു മൂലം 10ാം വാക്യം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. ഈ സഭവിശ്വാസം രക്ഷിക്കപ്പെട്ടതാ. രക്ഷ പ്രാപിക്കാൻ എന്ന് പറയുന്ന പ്രയോഗം ഭാവികാല ആത്യന്തിക രക്ഷ അനുഭവിക്കാനാണെന്ന്. രക്ഷിക്കപ്പെട്ടവരോട് രക്ഷ പ്രാപിപ്പാനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്യന്തിക രക്ഷ പ്രാപിപ്പാനാണ്. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ കോപത്തിനുള്ളവരല്ല. കോപത്തിനുള്ളവർ ആരാണെന്ന് ആ ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് മുൻപ്, 1ാമത്തെ ലേഖനം തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നതിന് മുൻപ് തന്നെ അവരെക്കുറിച്ച്, കാലങ്ങളെക്കുറിച്ച്, സമയങ്ങളെക്കുറിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അവൻ എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല എന്നവരോട് പറയുന്നത്. ആ എഴുതി അറിയിച്ച വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടാണ് ആരോ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് 2ാമത്തെ ലേഖനത്തിൽ അത് പ്രതിപാദിക്കേണ്ടി വന്നത്. പഠിപ്പിച്ചതുപോലെ മറ്റൊരാൾ ലേഖനം എഴുതി ആരും എതിർക്കത്തില്ല. കൊരിന്ത്യ സഭ പ്രശ്നം ഉണ്ടായത് പൗലോസ് പ്രസംഗിച്ച പോലെ മറ്റുള്ളവർ പ്രസംഗിച്ചിരുന്നുവെങ്കിൽ ഗ്രൂപ്പിസം ഉണ്ടായിരുന്ന അവിടെ പ്രശ്നം ഉണ്ടായില്ല. അവിടെ
ആവശ്യം ഉണ്ടായതാണ് പൗലോസ് ലേഖനം എഴുതാനുണ്ടായ കാരണം. ഇവിടെ നാം കോപത്തിലുള്ളവരല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ കോപം ഏതാണ്? ഭൂമിയിലൊക്കെ പരീക്ഷിക്കേണ്ടതിന് വരുന്ന ആ കോപത്തിലുള്ളവരല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇവിടെ കോപം എന്ന് പറയുന്നത് ആരും പറയത്തില്ല, ന്യായവിധിയാണെന്ന്. എന്താ ഹെൽപ്പ്? കാരണം രക്ഷിക്കപ്പെട്ടവരോട് ബന്ധത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധി എന്നാണ്. രക്ഷിക്കപ്പെട്ടവർ മടങ്ങി വരണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോഴും അവർ നശിച്ചു പോകുന്നുള്ള ആശയത്തെ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പൗലോസ് പറയാ, നിങ്ങൾ അഴിച്ചു കളയണം, ഇതൊക്കെ ഇന്ന സ്വഭാവം, പിന്നെ ഇന്ന ധരിക്കണം, സ്വഭാവങ്ങളെ അഴിച്ചു മാറ്റണം, സ്വഭാവങ്ങളെ ധരിക്കണമെന്ന് പറയുമ്പോഴും അവരെ നിത്യന്യായവിധിയിലേക്ക് പോകുന്നുള്ള പ്രബോധനത്തോടെ അല്ല പഠിപ്പിക്കുന്നത്. ഇനി സഭയുടെ ഡിസിപ്ലിൻ പോലും അങ്ങനെയല്ല. സഭയുടെ ഡിസിപ്ലിൻ അവർ രക്ഷിക്കപ്പെടണമെന്ന സ്നേഹത്തിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്ന കോപം വരുവാനുള്ള നിത്യാഗ്നിയെ കുറിച്ചല്ല, ജാതികളെ പരീക്ഷിക്കേണ്ട ദൈവകോപത്തെ കാര്യമാണ് പറയുന്നത്. നിത്യാഗ്നി വിശ്വസിക്കാത്ത എല്ലാവർക്കും ലഭിക്കും, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ നാം രക്ഷിക്കപ്പെടുവാനാണ്, അത്യധികം അനുഭവം ഭാവിക്കാനാണ് വിളിക്കപ്പെട്ടത്. കോപത്തിലല്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ കോപം എന്ന് പറയുമ്പോൾ കോപമാണ്. അത് ഞാൻ മുമ്പോട്ട് വരുന്ന മനസ്സിലാക്കുക എന്താണ് ഈ കോപം എന്ന്. ഇനി 1 തെസ്സലോനിക്കർ ലേഖനം 10 വാക്യം, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. ഒരു വാക്ക്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. എന്നിട്ട് അടുത്ത ഭാഗം ഇച്ചിരി അല്പം വെള്ളം വീണു എന്റെ കമ്പ്യൂട്ടർ, പ്ലീസ് ബെയർ വിത്ത് മീ. ഓക്കെ. എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനായ വരുവാനുള്ള കോപത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും വിഗ്രഹങ്ങളെ വിട്ട് തിരിഞ്ഞു വരും. വരുന്നതും കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നത് എന്നും അവർ തന്നെ പറഞ്ഞു. ഇവിടെ പറയാ, ഒരു വരുവാനുള്ളൊരു കോപമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ സഭ പീഡനത്തിലൂടെ പോവുകയാണ്, ഇന്റൻസീവ് പീഡനത്തിലൂടെ പോവുക. അപ്പൊ ആ കോപം അവർ കടന്നു പോകുന്ന കോപം അല്ല എന്ന് വ്യക്തമാണ്. പീഡനത്തിലൂടെ ആ പീഡനമല്ല, വരുവാനുള്ളൊരു കോപമാണ്. ഓക്കെ. ഇനി വരുവാനുള്ളൊരു കോപം എന്ന് പറയുന്നത് നിത്യാഗ്നിയുമല്ല. കാരണം ഈ കോപത്തിൽ വിടുവിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനം. അവരോട് പിന്നെ വരുവാനുള്ള കോപത്തിൽ നിങ്ങളെ രക്ഷിക്കുന്ന പറയാൻ കാര്യമില്ല. അവർ രക്ഷിക്കപ്പെട്ടവരാണ് വരുവാനുള്ള കോപത്തിൽ നിന്ന്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു സ്പെസിഫിക് പീപ്പിൾ ആണ് വേണ്ടതാണ്, ഒരു കാലഘട്ടത്തിൽ മാത്രം. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? രക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവർ കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. Therefore അവർ വീണ്ടും കോപത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് ഇലോജിക്കലാണ്, ബൗദ്ധികമല്ല, യുക്തിഭദ്രമല്ല, വ്യാഖ്യാനത്തിന് തെറ്റാണ്. വീണ്ടും ജനിച്ച ആളുകളെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ. അതല്ല വീട് നഗരത്തിലേക്ക് പോകുമെന്ന് പറയുകയാണെങ്കിൽ നാം രക്ഷയെ അവിടെ ഗണ്യമാക്കുന്നില്ല. അതാണ് വസ്തുത. ഇവിടെ പറയുന്നത് യഹോവയുടെ ദിവസത്തെ കുറിച്ചാണ്. യഹോവയുടെ ദിവസം കള്ളനെ പോലെ വരുന്നതാണ്. അതാണ് കോപം എന്ന് പറയുന്നത്. യഹോവയുടെ ദിവസം എന്താണെന്ന് വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വരുവാനുള്ള നിത്യാഗ്നി അല്ല എന്ന് നമുക്ക് പറയാം. യഹോവയുടെ ദിവസത്തെ കുറിച്ച് പഴയ നിയമത്തിൽ ധാരാളം പ്രയോഗമുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഈ വസ്തുത മനസ്സിലാക്കും. ഇവിടെ വെച്ച് അതിനൊരു അർത്ഥം കൊടുക്കുകയല്ല. യഹോവയുടെ ദിവസം വേദപുസ്തകത്തിലുള്ളതാണ് പഴയ നിയമത്തിൽ. അത് ചരിത്രത്തിലൂടെയും വേദപ്രവചനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ആ കോപത്തിൽ നിന്നാണ് വിടുവിക്കുന്നത്. ആ കോപമാണ് മഹോദ്രവം എന്ന് പറയുന്നത്. നരകത്തിലുള്ള വാസത്തെ യഹോവയുടെ ദിവസവും അല്ല വിളിക്കുന്നത്, യഹോവയുടെ ക്രോധം എന്നാണ് വിളിക്കുന്നത്. ഇറ്റേണൽ ഹെൽഫയർ. ക്രോധം ഒന്നും മാത്രമല്ല, ഇറ്റേണൽ ഹെൽഫയർ, നിത്യാഗ്നി. കാരണം ഇവിടെ ഈ ക്രോധ കലശങ്ങളൊക്കെ ക്രോധം ചൊരിഞ്ഞിട്ടുണ്ട് മനുഷ്യ ചരിത്രത്തിൽ. അവ കേവലം ക്രോധം അതിനെ വിളിച്ചാൽ ഇതുപോലെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിലെ ദൈവം ക്രോധം ഒഴിഞ്ഞിട്ടുണ്ട്, ക്രോധം ചൊരിഞ്ഞു അവരോട്. അപ്പോൾ ആ ക്രോധമാണെന്ന് ധരിക്കാത്തത് കൊണ്ട് അതിന് പ്രത്യേക ക്ഷേമലാണ് ഇറ്റേണൽ ഹെൽഫയർ വിളിക്കുന്നത്. അഗ്നികളുടെ തടാകം, അതാണ് നിത്യ ശിക്ഷ. അതല്ല ഇവിടെ കോപം എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായി കാണുമെന്ന് പറയുന്നു. ഇനി അടുത്ത
1 തെസ്സലോനിക്കർ 5:8 സഹോദരന്മാരെ, കാലം ഞാൻ മുമ്പേ കുറിച്ച് നിങ്ങളെ അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നു, അന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവൾക്ക് പെട്ടെന്ന് നാശം അവർക്ക് വന്നു ഭവിക്കും. അവൾക്ക് തെറ്റൊഴിവാദനല്ല. എല്ലാ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ ഇരുട്ടിനുള്ളവനല്ല. അപ്പൊ ഈ നാൾ വരുന്നതാണ് അവിടെ എഴുതിയിട്ടുണ്ട്, ഇരുട്ടിനുള്ളവരെയാണ് നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. പ്രവർത്തിക്കുന്ന സഭയിൽ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴവരെ വിളിക്കുന്നത് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്, പകലിന്റെ മക്കളാണെന്ന്. അവർക്ക് ചെയ്തുകൊണ്ടാണ്, സ്വഭാവത്തിൽ പൂർണ്ണരായതുകൊണ്ടല്ല അവർ ഇരുട്ടിന്റെ മക്കളല്ല എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ പ്രവൃത്തികൾ അവർ ഉണ്ടാകാം, പക്ഷെ ഇരുട്ടിന്റെ മക്കളല്ല. പാപം വിശ്വാസിയെ വിശുദ്ധ വേദോസം അല്ല വിളിക്കുന്നത്, വിശുദ്ധ വേദോസം നീതിമാൻ എന്നാണ് വിളിക്കുന്നത്. ക്രിസ്തുവേശിൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ടാണ് അവന് നീതിമാൻ എന്ന പദവിയിൽ വിളിക്കുന്നത്. അവൻ നീതി പ്രവർത്തി ചെയ്യണം, അപ്പൊ പ്രായോഗികമായ നീതിമാനായി. അതാണ് വേദോസത്തിന്റെ പഠിപ്പിക്കൽ. പറയില്ല വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും രാത്രിക്കും ഇരുളിനുള്ളവരല്ല. അയാൾ നാം ശേഷമുള്ളവരെ ഉറങ്ങാതെ ഉണർന്നു സ്വഭാവമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. കഴിഞ്ഞിട്ട് നമ്മോ പകലുള്ളവരാകയാൽ വിശ്വാസം സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായ രക്ഷപ്രത്യാശ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല ദേശമല്ല രക്ഷപ്രാപാനല്ലേ വീണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോഴെഴുതിയിരിക്കുന്ന സമാധാനം എന്ന് പറയുമ്പോൾ പ്രയോഗമാണ് ഞങ്ങൾ, നമ്മൾ. ഇവിടെ എന്ന് പറയുന്ന ലോകമല്ല, ലോകത്തെ ആൾക്കാർ എന്ന് പറയുന്നത് മനസ്സിലാകുന്നു. ലോകത്തിലെ പ്രശ്നമൊന്നുമില്ല സമാധാനം ഉണ്ടാകുമെന്ന്. ലോകത്തിലെ ആഗ്രഹിക്കുന്നുണ്ട് സമാധാനം, അത് കഷ്ടത വരുമ്പോൾ സമാധാനം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു predictive prophecy ഒന്നുമില്ല. They do not have a prophecy. The people of this world that one day they will have one day they will have a peace in their nations. അവർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് അവർക്കൊരു പ്രവചനമില്ല. മറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് സമാധാനമെന്ന്. ഇവിടെ സമാധാനം എന്ന് പറയുന്നത് പഠിപ്പിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് യെശയ്യാ പ്രവചനം അവനെ കുറിച്ച് പ്രൊഫസി ചെയ്യുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്. 9-4 വാക്യം. അവൻ 7 അവന്റെ ആധിപത്യത്തിന്റെ വർധനയും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ആരുടെയാണെന്നറിയാമോ? കന്യക ഗർഭം ധരിച്ച് ജനിക്കുന്ന പുത്രനുണ്ടാക്കുന്ന രാജ്യത്തിലാ പറയുന്നത്. ആ രാജ്യത്തിൽ സമാധാനത്തിന് അവസാനമുണ്ടാകയില്ല എന്ന്. രാജ്യത്തിൽ സമാധാനം ഉണ്ടാകും. ഇസ്രായേൽ ജനം ഇവിടെ സമാധാനം എന്ന് പറയാനുള്ള കാരണം ഞാൻ ഇനി വിവരിക്കുവാനായി പോകുന്നത്. വാക്യോട് വായിക്കാം. യിരെമ്യാ 6:14 വാക്യം. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്നവർ പറഞ്ഞു, എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. സമാധാനമില്ലാത്ത ഇസ്രായേലിൽ കള്ളപ്രവാചകന്മാർ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. യിരെമ്യാ പ്രവചനത്തിൽ പല പ്രാവശ്യം, യെശയ്യാ പ്രവചനത്തിൽ, എസെക്കിയേൽ പ്രവചനത്തിൽ മിക്കവാറും എല്ലാ മൈനർ പ്രോഫറ്റ്സിലും ഈ പ്രയോഗമുണ്ട്. സമാധാനം അവർ പറയാ ദൈവത്തിന് നൈവേദ്യം എന്ന യഹോവയുടെ പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ കള്ളപ്രവാചകന്മാർ പറയില്ല, ഇല്ല നമുക്ക് സമാധാനം. യെശയ്യാവിന്റെ സമയത്ത് അവർ ദേവാലയം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ദേവാലയം ഉള്ളതുകൊണ്ട് ശിക്ഷിക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ദാസനെ യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, ശീലോവിലെ അവസ്ഥയെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അവരോട്. ശീലോവിൽ അവർക്ക് ദേവാലയം ഉണ്ടായിരുന്നു. ശീലോവിൽ നിയമപ്പെട്ടകം പിടിച്ചുകൊണ്ടുപോയി ദേവാലയം തകർക്കപ്പെട്ടു. ആ അവസ്ഥ ഓർമ്മപ്പെടുത്തുന്നത് ദേവാലയം എന്ന് പറഞ്ഞ് ഇസ്രായേൽ കള്ള പ്രവാചകന്മാരോട്. ഇവിടെ സമാധാനം ഇല്ലാതിരിക്കുക ഒരു സമാധാനം എന്ന് പറയുന്ന ആരാണെന്നറിയാമോ? ഇസ്രായേൽ ജനം, അവിടുത്തെ കള്ളപ്രവാചകന്മാർ. എതിർ ക്രിസ്തു ഇസ്രായേലുമായി സഭയുടെ ഉൾപ്രാവണാനന്തരം ഇസ്രായേലുമായി ഉടമ്പടി ചെയ്യുവാഴ്ചപ്പെട്ട കാലത്തേക്ക് ആ ഉടമ്പടി ചെയ്യുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെടും. എന്താണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്? ഈ ചങ്ങായി
പ്രവാദിയാണ് മെസ്സിഹ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു മെസ്സിഹ രാജ്യത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. യെശയ്യാ പ്രവചനം, അവൻ രാജ്യത്തിൽ സമാധാനത്തിന് ഒരു കുറവും വരില്ല, നീതിയോട് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവാണ് മെസ്സിഹ. നിങ്ങൾ യെശയ്യാ ശരിക്കും വായിക്കപ്പം മനസ്സിലാകും, അതിന്റെ പ്രകൃതി ആ കാലാവസ്ഥയൊക്കെ മനസ്സിലാകും. ആ സമാധാനം ഉണ്ടെന്ന് അവർ പറയുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യും അവർക്കാർക്ക്. ലോകത്തിലെ ഞാൻ ആദ്യം പറഞ്ഞു, ലോകത്തിലെ ജനങ്ങൾക്ക് സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രവചനമൊന്നുമില്ല സമാധാനം ഉണ്ടാകുമെന്ന്. മെസ്സിഹ എന്നൊക്കെ പറയുന്ന വേദപുസ്തകത്തിലെ ആശയങ്ങളിൽ നിന്ന് ഒരു കരിച്ചെടുത്ത വസ്തുതകളാണ്. അപ്പൊ ഇവിടെ സമാധാനം എന്ന ഇസ്രായേൽ ജനമാണ്. അവർക്ക് സമാധാനം പറയുമ്പോൾ പെട്ടെന്ന് ശീഘ്രനാശം വരുവാണെങ്കിൽ അതാണ് 3.5 വർഷം കഴിയുമ്പോൾ അവരിൽ സംഭവിക്കാൻ പോകുന്നത്. ആദ്യത്തെ 3.5 വർഷം ഏകദേശം സമാധാനത്തോടെ അവർ അന്തിക്രിസ്തുവിന്റെ രാജ്യത്തിൽ കഴിയും. തെറ്റിദ്ധരിക്കപ്പെടും. അതാണ് ഇവിടുത്തെ പ്രതിവാദ വിഷയം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അപ്പൊ ഈ അവർ എന്ന് പറയുന്നവർ ഇസ്രായേൽ ജനമാണ്. നമ്മൾ എന്ന് പറയുന്നത് ദൈവസഭയാണ്. അവരുടെ പ്രസ്തുത മനസ്സാല സമാധാനം അവർക്കാണ്. അവർ മശിഹയെ തെറ്റിദ്ധരിക്കപ്പെടും. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, എന്നാൽ ഒരുവൻ സ്വന്തം നാമത്തിൽ നിങ്ങൾ സ്വീകരിക്കും. ഇസ്രായേലിൽ കള്ളക്രിസ്തു നമ്മുടെ സഭയിൽ വന്നിട്ട് കള്ള ഉപദേശം പ്രസംഗിക്കുന്നവരല്ല. ഇസ്രായേലിലെ ക്രിസ്തുക്കൾ കള്ള ഉപദേശം പ്രസംഗിക്കുന്നവരല്ല. ഇസ്രായേലിലെ ക്രിസ്തുക്കളൊക്കെയും രാഷ്ട്രീയമായ മെസ്സായയാണ്. യേശുക്രിസ്തു മുൻപ് വന്നവരെല്ലാം തന്നെ ഞങ്ങൾ റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് സ്വപ്നം കൊടുത്ത് കൂടെ ചേർത്തവരാണ്. അല്ലാതെ ക്രൂശിൽ മരിച്ച് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തുന്ന യഹോവദാസനായിട്ടല്ല അവരും വന്നത്. ബാക്കിയുള്ളവരെല്ലാം വന്ന് പൊളിറ്റിക്കൽ മെസ്സായാണ്. പൊളിറ്റിക്കൽ മെസ്സായാണ് ഇസ്രായേൽ അന്ന് സ്വപ്നങ്ങൾ കൂട്ടിരുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു സ്വീകരിക്കാതിരുന്നത്. ഈ പറയുന്ന സഭയിൽ വരുന്ന മസീഹ എന്നും നമ്മുടെ രാജ്യം സ്ഥാപിക്കുന്നു ആരും പറയും. നമ്മളെ കള്ളക്രിസ്തുക്കളാണ്, നമ്മളെ ക്രിസ്തുവിൽ തള്ളിക്കളയാൻ കള്ളയപ്പോസ്തലന്മാരായി വരുന്നവരാണ്. ആ കള്ളക്രിസ്തുക്കളെ കുറിച്ച് അല്ല പറയുന്നത്. ഇസ്രായേലോട് പറഞ്ഞ കള്ളക്രിസ്തുക്കൾ ജനറലി ഡിഫറെന്റ് കൺസെപ്റ്റ്. ദേ പ്രോമിസ്ഡ് ദം എ നേഷൻ. അവിടെ സാൽവേഷൻ ഒന്നും അവർക്ക് പ്രസക്തിയല്ല. കാരണം യേശുക്രിസ്തു രക്ഷിക്കപ്പെടുന്നു യേശുക്രിസ്തു ഒക്കെ പറഞ്ഞപ്പോഴെന്നറിയാമോ? നിക്കോദീമസ് പോലും വന്ന് ചോദിച്ചു, എന്ത് ചെയ്യണം ഞങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ? What shall we do? Some more rituals? Can you offer some more ritual that we will do and enter into the kingdom of God? രക്ഷിക്കപ്പെട്ട സ്വർഗരാജ്യത്തിൽ കിടക്കണമെന്ന് പഠിപ്പിക്കലൊന്നും ഇല്ല. അത് യോഹന്നാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അവനെ അവർ തിരസ്കരിച്ചു. യേശു പഠിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ തിരസ്കരിച്ചു. അപ്പോൾ യേശുവിന്റെ അടുത്ത് പരീക്ഷ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, സിംഹാസനങ്ങൾക്കാണുള്ളത്. അപ്പൊ കർത്താവ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, 12-ാം അധ്യായത്തിൽ രാജ്യത്തിന്റെ പുത്രന്മാരെ പുറത്തു തള്ളിക്കളയുമെന്ന്. ഇസ്രായേൽ ജനത്തെ അവർ രാജ്യത്തിന്റെ പുത്രന്മാരെ ധരിച്ചു കളഞ്ഞവരാ. അബ്രഹാമിന്റെ മക്കൾ എന്ന നിലയിൽ അവർക്ക് പ്രവേശനം ലഭിക്കുമെന്ന് ഇവിടെ അതുകൊണ്ട് അവസ്ഥ പറയുന്നത്. അപ്പൊ ഇവിടെ ഇസ്രായേലാണ് പറയുന്നത് ഞങ്ങൾ അവര് മശിഹയായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പൊ കർത്താവ് പറയാം അവരങ്ങനെയല്ല. സമാധാനം ഇല്ലാതിരിക്കുക, സമാധാനം എന്ന് പറയുന്നത് ദൈവസഭയല്ല, ലോകമല്ല, അത് ഇസ്രായേൽ ജനമാണ്. കള്ളപ്രവാചകന്മാരാൽ നമ്മൾ വഞ്ചിക്കുന്ന കള്ളപരീക്ഷകന്മാരെ സൂക്ഷിച്ചിരിക്കണം. അവർ സമാധാനം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ യെശയ്യാ പ്രവചനത്തിലുണ്ട്, യിരെമ്യാ പ്രവചനത്തിലുണ്ട്, എസെക്കിയേൽ പ്രവചനത്തിലുണ്ട്. ഇതെല്ലാം തന്നെ ഇസ്രായേൽ ഉള്ളതാണ്. പീസ് 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 they always say. ഇസ്രായേലിനോട് അന്തിക്രിസ്തു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അവർക്ക് സമാധാനം ആരംഭത്തിലുണ്ട്. അവർ സമാധാനമായി മശിഹ വന്നു, സമാധാനമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവർക്ക് പ്രസവവേദന വരുന്നത് പോലെ അനുഭവിക്കും. പ്രവാചകൻ പറയുന്നത് കിട്ടുന്നതിന് മുമ്പ് അവൾ മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഈ പ്രസവവേദന വരുമ്പോൾ ഇവരിൽ നിന്ന് ഒരു തലമുറ പ്രസവിക്കപ്പെടും. ആ തലമുറയാണ് വരുവാനുള്ള ഇസ്രായേലിന്റെ രാഷ്ട്രം. രക്ഷിതഗണം എന്ന് പറയുന്നതിന്, ഇസ്രായേലിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന രക്ഷിതഗണം, അവരാണ് ഇസ്രായേലിന്റെ ഭാവി രാഷ്ട്രത്തിന്റെ മുൻപോട്ട് പോകുന്നവർ. ഓക്കെ, അടുത്ത വാക്യം ഈ ഞാൻ പറഞ്ഞില്ലേ, കോപം എന്താണെന്ന്? യഹോവയുടെ ദിവസമാണ്. ഇനി വെളിപ്പാട് ദിവസം 6-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സകല സാധവന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളും മലപ്പാറകളും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുകയും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതവണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതവണ്ണം ഞങ്ങളെ മാറ്റുകയും അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ മഹോദ്രവത്തിലൂടെ കടന്നു പോകുന്ന ജാതികൾക്ക് മനസ്സിലാക്കുന്നു
ഇതാരാണ്? എല്ലാവരും ധനവാന്മാർ, മഹത്തുക്കൾ, പ്രഭുക്കന്മാർ ഒക്കെ കൂടെയാണ് എന്ത് ചെയ്യുന്ന പാറപ്പിളർപ്പുകളിലേക്ക്. ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേരുണ്ട് മലപ്പാറ. ആ ഗ്രാമമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ആ പേര് ഈ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അവിടെ സ്ഥലം കാണില്ല. എന്റെ ജനന സ്ഥലമായ കൊച്ചു ഗ്രാമം വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താറ്. മലപ്പാറ. അപ്പൊ മലപ്പാറകളിലൊക്കെ വിളിച്ചുകൊണ്ട് പറയാം, ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുഞ്ഞാന്റെ കോപം തട്ടാതെ വേണം. അവരുടെ എന്തറിയാമോ, ഈ സിംഹാസനത്തിലിരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട്. കോപം തട്ടാതെ വേണം. ദൈവത്തിന്റെ കോപം എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അവരുടെ കോപം തട്ടാതെ വേണം, ഞങ്ങളുടെ മേൽ വീഴുവീൻ. ആ കോപം തിരിച്ചറിഞ്ഞു. ആരുടെ കോപമാണ്? കുഞ്ഞാടിന്റെ കോപമാണ്. എന്നാ പോസ്റ്റർ പറയുന്നത് ഈ ഒരു കോപമാണെന്ന് പറയും. അപ്പൊ ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് യാതൊരു വൈമുഖ്യവുമില്ല. അത് കുഞ്ഞാടിന്റെ കോപമാണ് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുക്രിസ്തു ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കി. പരിശുദ്ധ പറഞ്ഞു, നിങ്ങൾ ഭൂതത്തിന്റെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുക. അതായിരുന്നു അവർ കൺക്ലൂഡ്. ഇവിടെ യേശുക്രിസ്തു ആത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, ആത്മശക്തി ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ പരീശന്മാർ പറഞ്ഞ എന്താണ്? നിങ്ങൾ പിശാചിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ കുഞ്ഞാടിന്റെ കോപമാണ് ജാതികൾക്ക് മനസ്സിലായി. എന്നാൽ വസ്ത്രപ്പുന്നവർക്ക് മനസ്സിലാകുന്നില്ല. അത് കുഞ്ഞാടിന്റെ കോപമാണ്, ദൈവത്തിന്റെ കോപമാണ്. ഞാൻ കഴിഞ്ഞ ഒരു പോസ്റ്റർ പറഞ്ഞു, എതിർ ക്രിസ്തുവിന്റെ കോപം. ആരാണ് എതിർത്ത? കുഞ്ഞാട്. അപ്പൊ കുഞ്ഞാട് ആരാ? എതിർ ക്രിസ്തു. ഇതൊക്കെ വ്യാഖ്യാനമാണ്. എന്താ ചെയ്യുന്നത്? കോൺട്രഡിക്ടറി രണ്ട് മെസ്സേജ് ഉണ്ടാക്കുക. മൂന്നാമത്തെ പ്രശ്നത്തിൽ അതിന്റെ കോൺട്രഡിക്ടറി ആകും. ഇതാണ് അദ്ദേഹത്തിന്റെ ബൗദ്ധികത, ലോജിക് എന്ന് പറയുന്നത്. ഞാൻ ആ ചങ്ങാതിനോട് പറഞ്ഞ, ചങ്ങാതി ബേസിക് പ്രമസിസ്, യുക്തിയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ആ എന്ന അക്ഷരത്തിന് ആ എന്നും ഈ എന്നും ഒരേ ബന്ധത്തിലും ഒരേ സമയത്ത് നിൽക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ യഥാർത്ഥം. A cannot be A at the same A and B at the same time in same relationship. ഒന്നുകിൽ കുഞ്ഞാടിന്റെ കോപം, അല്ലെ ഇത് പിശാചിന്റെ കോപം. രണ്ടും ഒരേ സമയത്ത് നിൽക്കില്ല. ഇലോജിക്കലാണ്. അതിന് സാമാന്യമായ ബോധം നമുക്കുണ്ടായാലേ മതിയാകുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇവരുടെയും വാസ്തവത്തിൽ വ്യാഖ്യാനം പുസ്തകത്തിന് മുഖവിലേക്കെടുക്കാതെ, ഭാഷയെ മുഖവിലേക്കെടുക്കാതെ ഇഷ്ടമുള്ളത് ചേർത്ത് പറഞ്ഞു പോവുക. മത്തായി 24 അന്ത്യകാല ഉപദേശം രൂപപ്പെടുത്തും. അന്ത്യകാല ഉപദേശം മുഴുവൻ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ അപ്പോസ്തലനായ പൗലുസിന് പിന്നെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്? പൗലുസ് മർമ്മം എന്ന് പറയുന്ന പ്രയോഗം ഞാൻ മുൻപോട്ട് വരുന്ന വായിക്കാം. 6 പ്രാവശ്യം ആ വാക്ക് എഫേസ്യ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പൗലുസ് ഇവരെ പോലെ സുബോധമില്ലാത്തവരല്ല. മർമ്മം എന്ന് പറഞ്ഞ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അധികം ഉപദേശങ്ങൾ പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ മർമ്മങ്ങളൊന്നും വെളിപ്പെടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, യോഹന്നാൻ സ്നാപകന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകവും വെളിപ്പാടാണ്. ഇതെല്ലാം അന്ത്യകാല ഉപദേശം പഠിപ്പിക്കുന്നത് ആദിമസഭ സഭയുടെ ദൈവത്തിന്റെ ആത്മാവ് വിഷയങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് വരെയുള്ള സഭയ്ക്ക് ചില കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്ന വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവിന്റെ മേശ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോഴാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിന്റെ മേശയുടെ ഉപദേശം, ആദിമസഭ ഉപദേശം കർത്താവ് ചെയ്തതിനെ അവർ അതുപോലെ അനുകരിച്ചു. എന്നാൽ അതെന്താണ് എന്ന് പൗലോസിനാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. കാരണം അവർ ആചരിച്ചിരുന്നെങ്കിൽ വെളിപ്പാട് വേണമായിരുന്നു. അപ്പൊ ഞാൻ പൗലോസ് കർത്താവിന് പ്രാപിച്ചു, കർത്താവിന് കൊടുത്തു. സുവിശേഷം അവനെ ഏൽപ്പിച്ചത് അപ്പോസ്തലന്മാർ അല്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അവന് ദൈവം കൊടുത്ത മർമ്മങ്ങളെയാണ് അവന് പറയുന്നത്. അതാണ് അവൻ ഏറ്റവും അത് പ്രസംഗിച്ചത്.
അപ്പോൾ നമ്മൾ ഉപദേശം ഉണ്ടാക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ ഉപദേശം ഉണ്ടാക്കാൻ കഴിയില്ല. മത്തായിയുടെ സുവിശേഷത്തിന്റെ വസ്തുതകൾ പഠിച്ച് മറ്റു ഭാഗങ്ങൾ ചേർത്താണ് പഠിക്കേണ്ടത്. യേശുക്രിസ്തു പ്രഭാഷണത്തിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ പോലെ, ആരെ പോലെയാ? അവിടെ അവരെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. അവരെ പോലെ ആകരുത്. എങ്ങനെയാ? പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ, ന്യായം വിധിക്കുമ്പോൾ ഒന്നും അവരെ പോലെ ആകരുത്. അവരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പറയുന്നുണ്ട്. അവരോടാണ് തുലനം ചെയ്യുന്നത്. അവരെന്ന് പറയുന്ന ജാതികളല്ല, യഹൂദ പ്രമാണിമാരാണ്, യഹൂദ ആചാരങ്ങളാണ്. അവരോടാണ് തുലനം ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ ഒരു 3 വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 24 കൊണ്ട് ഒരധ്യായത്തിൽ നിന്ന് അന്ത്യകാല ശാസ്ത്രം മുഴുവൻ ഉണ്ടാക്കുന്ന ദയനീയ അവസ്ഥയാണ് പോസ്റ്റർമാർക്കുള്ളത്. എന്നിട്ട് വാക്യം ഉദ്ധരിക്കും. വിശുദ്ധ തിരുവചനത്തിൽ പിൽക്കാലത്ത് മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക സത്യം ഉൾക്കൊള്ളുന്നില്ല. ഇതാണ് നമുക്ക് പറ്റുന്ന പരാജയം. ഇനി 6-ാമത്തെ കാര്യം, നിങ്ങൾ ഈ വെളിപ്പാട് 20 അധ്യായം 5-ാമത്തെ വാക്യം, ഞാൻ വാക്കുകളെ നിർത്താം, അധികം താമസിക്കാം. വെളിപ്പാട് 20 അധ്യായം 5-ാമത്തെ വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യം നിമിത്തവും തലതിരിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈകളിലും മുദ്ര കൈക്കൊള്ളാത്തവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. എപ്പോഴാണെന്നറിയാമോ? സഹസ്രാബ്ദത്തിന് മുൻപ് മഹോദ്രവത്തിന്റെ സമാപ്തി കഴിഞ്ഞിട്ട് സമാപ്തിയോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഉയർപ്പാണ്. അവിടെ ഉയർക്കുന്ന ആളുകളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാണ്. ഇതിൽ പറയുന്നു, ഒരു കൂട്ടം ആളുകൾ സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ട് ന്യായം വിധിക്കാൻ. അതിന് മുമ്പിലാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ആത്മാക്കളെ കാണുന്നത്. അവർ 1000 ആണ്ടേ വാണു എന്ന് പറഞ്ഞു. 2 കാര്യം ഞാൻ പറയാം. സഭയോടുള്ള വാഗ്ദാനങ്ങളിൽ ഈ 1000 ആണ്ട് വാഴ്ച ഒരു വിഷയമേ അല്ല. 1000 ആണ്ട് വാഴ്ച അക്ഷരിക വാഴ്ചയാണ്. ഭൂമിയിൽ സഭയോടുള്ള ബന്ധത്തിൽ പ്രസക്തിയില്ല. നമുക്ക് പാട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ആ പാട്ടുകളൊന്നും ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ടൊന്നും പഠിച്ചതല്ല. വിശുദ്ധന്മാർ സഭ തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവളുടെ ശരീരപ്രകൃതി കംപ്ലീറ്റ് മാറും. അവൾ തേജസ്കരിക്കപ്പെട്ടവരാകും എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭൗതിക അസ്തിത്വം ഇല്ലാതെയാകും. അവൾ ക്രിസ്തുയേശുവിന്റെ മണവാട്ടിയാകും. അവൾ സഹസ്രാബ്ദത്തിൽ ഭരിക്കപ്പെടുന്നവരല്ല, അവൾ ഭരിക്കുന്നവളാണ് ക്രിസ്തുയേശുവിനോടുകൂടെ. അപ്പൊ നമ്മൾ നിത്യമായി അവനോടുകൂടെ ആയിരിക്കും, ക്രിസ്തുയേശുവിനോടുകൂടെ. അത് സഹസ്രാബ്ദത്തിലല്ല, ഭൂമിയിലല്ല, വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനോട് കൂടെ ഭവനത്തിലാണ് താമസിക്കുന്നത്. ഇപ്പം എങ്ങനെ ദൈവം ഭരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് കുറച്ചുകൂടെ മുന്നോട്ട് ഞാൻ പറയാം. ദൈവം ലോകത്തെ എങ്ങനെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെ ഭരിക്കുന്നത് എന്ന് പഠിക്കുമ്പോൾ ഈ സംശയം ഉണ്ടെങ്കിൽ അത് മാറും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ന്യായാസനങ്ങളെ കണ്ടു. നിങ്ങൾ ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. ന്യായാധിപന്മാർക്കില്ല, ദൂതന്മാരെ സഭയാണ് ന്യായീകരിക്കുന്നത്. സഭയിലെ ആളുകൾ ന്യായീകരിക്കുന്നില്ല, കളക്റ്റീവാണ്. അപ്പൊ ഞാൻ സഹോദരനെ വിധിക്കില്ല, കാരണം ഞാൻ വിധിക്കപ്പെടുവാനുള്ളവനല്ല. ഞാൻ സഭയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ വിധിക്കപ്പെടുന്നവനല്ല. എന്നെ മറ്റൊരു സഹോദരൻ വിധിക്കില്ല സഭയിലെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ന്യായാധികാരം വിധിക്കുവാനാണ്. അപ്പൊ കർത്താവിനാണ് ഇവിടെ ഇരിക്കുന്ന ന്യായാസനങ്ങൾ ഇരിക്കുന്നത് കർത്താവിന്റെ സഭയാണെന്ന് വ്യക്തമാണ്. ദൂതന്മാർ ന്യായവിധി ഇല്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കർത്താവിന്റെ സഭ മഹോദ്രവത്തിന് അവസാനത്തിൽ ഈ ആത്മാക്കളെ ഇവരെ കടന്നു പരിശോധിക്കേണ്ടതിന് കടന്നു വരുന്നവരുടെ മുൻപിൽ ന്യായാസനങ്ങൾ ഇരിക്കുന്നതിൽ സഭയാണ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത്. സഭ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കണം. സഭ വെക്കപ്പെട്ട
പ്രാപിച്ച് കർത്താവിനായ അവസരത്തിന് മുൻപ് അനുമതി കഴിഞ്ഞ് പ്രതിഫലം ലഭിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഭാരം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേദവസം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മില്ലിനിയൽ കിങ്ഡം ജനത്തിനാണ് ദൈവം വാഗ്ദാനം ചെയ്യുക. ഇരുട്ടിന്റെ രാജ്യത്തിന്റെ ഇരുട്ടിൽ തള്ളിക്കളയുന്നത്. ഇവിടെ റെസറക്റ്റഡ് ട്രെയിൻ മാത്രമേ ആളുകളാണ് വരുന്നത്. അവയെക്കുറിച്ച് യാതൊരു പരാമർശം നിൽക്കുമ്പോൾ ഈ പരാമർശമൊന്നും വേണ്ട. മഹോദ്രവത്തിൽ വരുന്നവരാണ് അവർ. പ്രത്യേക ഡെസിഗ്നേഷൻ ഒന്നുമില്ല. അവർ ക്രിസ്തുമരിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഒരു സഭനോട് ചോദിച്ചു, വെളിപ്പാട് എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന വിശുദ്ധന്മാര് സഭയുടെ ഭാഗമല്ലയോ? ഞാൻ സഭയുടെ ഭാഗമാണെങ്കിൽ എബ്രായലേഖനം എഴുതുന്നത് സഭ ആരംഭിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 1-2 ഡെക്കേഡെങ്കിലും കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ കാലത്ത് സഭയിൽ നിന്ന് എത്രയോ ശ്രേഷ്ഠന്മാരെ ആളുകൾ രക്തസാക്ഷികളായ വിശ്വാസം നിമിത്തം, സ്റ്റീഫൻ, ദൈവത്തിന്റെ ദാസന യാക്കോബ്, അപ്പോസ്തലൻ യാക്കോബ്, അതിനുശേഷം എത്ര അപ്പോസ്തലന്മാർ ഈ അവരെ അവരുടെ ആരുടെ ലിസ്റ്റിൽ വിശ്വാസത്തിൽ സാക്ഷിയല്ലേ? അദ്ദേഹം ഡിസ്പെൻസേഷണൽ ടീച്ചിങ് തെറ്റാ എന്ന് പറഞ്ഞിട്ട് പോയി. മനസ്സിലായി ഞാൻ പറഞ്ഞു? ഈ സ്റ്റീഫന്റെ പേരില്ല ലിസ്റ്റിൽ, യാക്കോബിന്റെ പേരില്ല. സ്റ്റീഫന്റെ സാക്ഷ്യം അപ്പോസ്തലപ്രവൃത്തി നിങ്ങൾ മനസ്സിലാവും. അവന്റെ മുഖം ദൂതന്മാർക്ക് സമമായി തീർന്നു അവനെ കല്ലെറിഞ്ഞപ്പോൾ. സഭയിലെ കൂട്ടത്തിലെ ഒരാളും അതിനെ രേഖപ്പെടുത്തിയില്ല. ആ സമയത്ത് ആരും മരിച്ചുപോയിട്ടില്ല. സഭയിൽ പലരും രക്തസാക്ഷികളായി, ക്രിസ്തുവിന് വേണ്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. തുടർന്നും ഈ സഹസ്രാബ്ദം എന്ന് പറയുന്ന ദൈവം ഇസ്രായേലിനെ വാഗ്ദാനം ചെയ്തതാണ്. ദാവീദിന്റെ പുത്രനായ ഒരുത്തൻ നീതിയോട്, അത് നീതിയോടെ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണം, ആ കൂട്ടമുള്ളവരാണ്. അപ്പോൾ ഇവിടെ പറയുന്ന സഭ, ഇവിടെ പറയുന്ന കൂട്ടം. അപ്പൊ പറയുന്നവര് സഹസ്രാബ്ദത്തിൽ മഹോദ്രവത്തിൽ നിന്ന് മാത്രം ഉയർത്തെഴുന്നേറ്റ് വരുന്നില്ല. അവിടെ വരുന്നുണ്ടോ യേശുവിന്റെ സാക്ഷ്യം ഛേദിക്കപ്പെട്ട മൃഗത്തിന്റെ അതിന്റെ പ്രതി നമസ്കരിക്കാത്തവരും മുദ്ര വയ്ക്കാത്തവരും. ദൈവസഭ ആ കാലഘട്ടത്തിൽ മാത്രം ജീവിക്കുന്നവരല്ല. ക്രിസ്തുവിനോടാണ് പൗലോസ് പറഞ്ഞത്. ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനോട് അവന്റെ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുമ്പോൾ ഈ പ്രയോഗങ്ങളൊന്നും മാറ്റി ചെയ്തിട്ടില്ല. ഇതൊക്കെ മറ്റൊരു കാലഘട്ടത്തിൽ പ്രത്യേക രീതിയിലുള്ളവരാണ്. സഭയിലുള്ളവർ തലചേദിക്കപ്പെട്ടവരെ തലചേദിക്കപ്പെട്ടവരെ വിളിക്കുന്നില്ല, അവർ ക്രിസ്തുവിനുള്ളവരെന്നാണ് വിളിക്കുന്നത്. സഭയിലുള്ളവർ ആർക്കും പ്രതികാരം, സ്റ്റീഫനെ കല്ലെറിയുമ്പോൾ അവർ ക്ഷമിക്കാനാണ് പ്രസംഗിച്ചത്, പ്രാർത്ഥിച്ചത്. ഇവിടെ സഹസ്ര മഹോത്സവത്തിൽ ആളുകൾ പ്രതികാരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ദർശിക്കുമ്പോൾ സങ്കീർത്തനങ്ങളൊക്കെ ധാരാളമുണ്ട്. പ്രയർ, imprecatory prayer that ask God to judge people. That's what imprecatory prayer. ഒരുപാട് ഭാഗം നമുക്ക് ദർശിപ്പാൻ കഴിയും. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ പ്രാർത്ഥിക്കുക ചെയ്തത്, വ്യാഖ്യാനിച്ച് തെറ്റിച്ച് ദൈവജനത്തെ തട്ടിക്കളയാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത്. അത് വീണു പോകരുത്. പറയുന്ന ആളുകൾ സഹസ്രം ഈ മഹോദ്രവത്തിൽ മാത്രമുള്ള ആളുകളെ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നുള്ളൂ. എന്തുകൊണ്ട് സഭയില്ല? എന്തുകൊണ്ട് വിശുദ്ധന്മാരില്ല? പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെ മൃഗത്തെ മാത്രമല്ല, പലരും അവിടെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മലയാളികളുടെ തോലുകൾ അറിയപ്പെട്ടു. അവർ ആരും ഇവിടെ രേഖപ്പെടുത്തുന്നില്ല. ഈർച്ചവാളുകൾ മരിച്ചവൻ തലയെ കണ്ടു, വരയാടുകൾ കണ്ടില്ല. എന്നാൽ ഈ എന്താ പറയുന്നത്, ഇവിടെ കാണുന്ന ആത്മാക്കൾ കേവലം ആൾക്കാർ അവരെ ഐഡന്റിഫൈ ചെയ്തക്കണം. വായ്ദേഹപരസ്പർശം എലോൺ. അതിന് മുമ്പേ, അതിന്റെ അർത്ഥം മുമ്പേ വിശുദ്ധന്മാരെ ജീവിച്ച സകല ഉയർത്തെഴുന്നേറ്റു എന്നാണ് അതിന്റെ അർത്ഥം. Before those people came, all those people who died in Christ were risen with Christ. അവർ ആ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തേക്ക് കയറിപ്പോയി. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ അവരെ കാണാതിരിക്കുന്നത്. പ്രസ്തുത വിഷയം ഇനിയും അടുത്ത കാര്യത്തിലേക്ക് പറയുക. 7ാമത്തെ കാരണം പറയാം. imminent precedes no signs. ഉത്പ്രാവണം എന്ന് പറയുന്നത് എപ്പോഴും വേണമെങ്കിലും സംഭവിക്കും. അതിന് പ്രത്യേക സൈൻ ഒന്നുമില്ല, നിവർത്തിയാകുവാനുള്ള സൈൻ ഇല്ല. സൈൻ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരൊക്കെയും തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന മഹോദ്രവകാലത്തിൽ സംഭവിക്കുന്ന വസ്തുതകളെയാണ് ഉപയോഗിക്കുന്നത്. മഹോദ്രവകാലത്തിൽ നടക്കുന്ന ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയും അതിന്റെ നേച്ചർ അനുസരിച്ച്. എന്നാൽ ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ച കാലം മുതൽ യുദ്ധങ്ങളുണ്ട്, ക്ഷാമങ്ങളുണ്ട്, ഭൂകമ്പങ്ങളുണ്ട്. അതൊന്നും തന്നെ ഈ പറയപ്പെടുന്ന 7 വർഷക്കാലത്തിലെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണെന്ന് നിർവചിക്കാൻ പറ്റില്ല. ഇന്ന് നടക്കുന്നത് ഈ അടയാളങ്ങളല്ല. കാരണം ഇന്ന കാലഘട്ടം അല്ലാത്തത് കൊണ്ട്. അത് മാനവചരിത്രത്തിന്റെ ആരംഭം മുതലുണ്ട് യുദ്ധങ്ങള്. ഇന്ന് നടക്കുന്ന യുദ്ധ കർത്താവിന്റെ വരവെടുത്താണെന്ന് പറയുന്നത് unless that in a specified period of time. അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടൈം തുടങ്ങുമ്പോൾ മാത്രമേ അതിന് അടയാളമായി വരികയുള്ളൂ. അല്ല ജനറലായി സംഭവിക്കുന്ന ഒന്നും അടയാളമല്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഭയെ ചേർക്കുവാൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അടയാളങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരെല്ലാം തന്നെ, പഠിപ്പിക്കുന്ന പ്രത്യക്ഷമായ അടയാളങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരെല്ലാം തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് അവർ പറയും കർത്താവിന്റെ വരവിന് 2 പാദങ്ങൾ ഉണ്ടെന്നും പറയും. അതാണ് അതിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത്. ഇമ്മിനൻസസ് എന്ന് പറയുന്നതാണ് ഒരു സൈൻ ഉണ്ടായില്ല, പ്രെഡിക്റ്റബിൾ ആയ എക്സ്പ്ലിസിറ്റ് സൈൻസ് ഉണ്ടാകുകയില്ല. എന്നാൽ ഞാനൊരു വസ്തു പറയാം. ഗലാത്യലേഖനം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ പ്രത്യക്ഷതയാണ് പറയുന്നത്. ആ പ്രത്യക്ഷതയ്ക്ക് മുൻപ് ഒരു പ്രത്യേക അടയാളം ഉണ്ടായിരുന്നില്ല. There is no explicit sign before to predict the time of the birth of Christ. ക്രിസ്തു യേശു ജനനം അറിയിക്കത്തക്കവണ്ണം ലോകത്തിൽ ഒരു അടയാളം ഉണ്ടായില്ല ഈ കാലഘട്ടത്തിൽ ക്രിസ്തു ജനിക്കുമെന്ന്. എന്നാൽ പൗലോസ് ലേഖനം എഴുതുമ്പോഴും അവിടെ പറയാം കാലത്തിന്റെ സമ്പൂർണത എന്ന് പറഞ്ഞാൽ ദൈവം ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു കാലം സമ്പൂർണമായി. It's a fullness of time. ക്രിസ്തു ജനിച്ചപ്പോൾ ഒരു കാലം അവിടെ ചെയ്തു, പൂർത്തിയായി. പക്ഷെ അതിന് ഒരു തെളിവുകളും ഉണ്ടായില്ല പ്രത്യക്ഷത്തിൽ. എക്സ്പ്ലിസിറ്റ്, there is no explicit sign. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ട് ഏതാണ് ഈ കാലത്തിന്റെ സമ്പൂർണ്ണത എന്ന് പറയാൻ കാരണം? why? There was something അവർ പഠിച്ചു. ശരിയാണ്. അപ്പം ഭൂലോകത്തിൽ വന്ന സോഷ്യോ എക്കണോമിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചറൽ, സാംസ്കാരികപരമായി, ഭാഷാപരമായി, ഭരണപരമായി, രാഷ്ട്രീയപരമായി ഭൂമുഖത്തുണ്ടായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തി. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ കാലത്തിന്റെ സമ്പൂർണ്ണത എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് സൈൻ ഒന്നും ഉണ്ടായിരിക്കില്ല. വ്യക്തമായി ദൈവത്തിന് പഠിക്കുവാൻ. എന്നാൽ ഒരു തിരുവചനം പഠിക്കുന്ന ഒരുവന് ഈ വസ്തുക്കളുടെ വിശദാംശം മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്നുവെങ്കിൽ എക്സ്പ്ലിസിറ്റ് സൈൻ ഒന്നും ഉണ്ടാകില്ലെങ്കിൽ certain point he can draw from the events that happen around the world. ലോകത്തിൽ സംഭവിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തെളിവുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. കാലത്ത് ഞാൻ മുൻപോട്ട് വെളിപ്പാട് പഠിക്കുമ്പോൾ ആ വസ്തുത ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ വരാനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം പറഞ്ഞ ആ നാളും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗ്ഗത്തിലെ ദൂതന്മാരും പുത്രനും അറിയുന്നില്ല.
ആരും അറിയില്ല ഏത് നാളിൽ വരുമെന്ന്. എന്നാൽ 7 വർഷക്കാലമാണ്. അപ്പോൾ 7 വർഷം കഴിഞ്ഞ് വരുമെങ്കിൽ എല്ലാവർക്കും അത് തുടങ്ങി കഴിയുമ്പോൾ ആ തുടങ്ങുന്ന കാലം തിരിച്ചറിയുകയും ചെയ്യാം. കാരണം ഭൂലോകത്തിൽ ഇതുവരെയും ഉണ്ടാകാത്തൊരു കഷ്ടം, അതിന് ശേഷം അങ്ങനെ കഷ്ടമില്ല. അങ്ങനെ ഒരു പീരീഡ് ഉണ്ടാകുമ്പോൾ we can define this is what going to be. ഇന്നലെ നടന്ന അല്ല നടക്കുന്നത്, നാളെ നടക്കത്തുമില്ല. A certain features that time period will have to distinguish them from entire persecution of the church history. സഭാ കാലങ്ങളിൽ ഉണ്ടായ സകല പീഡനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പീഡനമാണിതെന്ന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള അടിസ്ഥാന ഘടകങ്ങൾ മഹോദരവത്തിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കർത്താവ് തന്നെ പറഞ്ഞത്, ഇതുവരെ സംഭവിക്കാത്തതാ, മേലാൽ സംഭവിക്കാത്തതാ. അങ്ങനെ മേലാൽ സംഭവിക്കാത്ത ഒരു വസ്തുത സംഭവിക്കും. അതിനനുസരിച്ച് കർത്താവ് വരുത്തുണ്ടെങ്കിൽ ഈ വസ്തുത സംഭവിക്കുമ്പോൾ ഇത്ര നാൾ കഴിയുമ്പോൾ കർത്താവ് ഒരു എക്സാക്ട് ഡേ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഏകദേശം മാസങ്ങൾ, വർഷങ്ങൾ പറയാൻ കഴിയും. അപ്പൊ ഈ പറയുന്ന വസ്തുത തെറ്റിപ്പോകും. അത് കഴിഞ്ഞ് 42, 24 നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നത് നിങ്ങൾ ഉണർന്നവരെ, കർത്താവ് ഏത് ദിവസമാണെന്ന് നിങ്ങൾ അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ ഉണർന്നിരിക്കാൻ അവരോട് പറയാം. അത് ദേവദാസന്റെ അഡ്മിനിഷനാണ്. ഏത് സമയത്തും കർത്താവ് വരുമെന്നുള്ളത് കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. വെളിപ്പെടുത്തും എന്നുള്ള വെളിപ്പാടുകളൊന്നും തന്നെ ആദിമസഭയിലെ ആൾ പറഞ്ഞു യാക്കോബ്, പത്രോസ് വരണമായിരുന്നു. ഇതൊക്കെ പറഞ്ഞത് പിൽക്കാലത്ത് വെളിപ്പെടുത്തലെന്ന് ഈ ചങ്ങാതിമാർക്ക് ചെലവാണ്. ആ സഭയ്ക്ക് ആ വെളിപ്പാടില്ലായിരുന്നു. പൗലോസ് രക്ഷിക്കപ്പെടുന്നു, പൗലോസ് വരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ആദ്യമായി യെരൂശലേമിൽ രക്ഷിക്കപ്പെട്ടവർക്കുണ്ടായിരുന്ന വസ്തുക്കൾ യെരൂശലേമിൽ കൂടിയപ്പോൾ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉത്സവത്തിന് വന്നവർ രക്ഷിക്കപ്പെട്ട യെരൂശലേമിൽ തന്നെ കൂടിയപ്പോൾ അവർ മനസ്സിലാക്കില്ല. അവർക്ക് ഈ പൗലോസിനോട് സുവിശേഷം അറിയിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിലേക്ക് പോകുന്നു അന്നവർക്കില്ല. ഇവർക്ക് മനസ്സിലായത് ഈ വെളിപ്പാട് നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്ന കർത്താവ് വരുമെന്നാണ്. കാരണം വേറെ അവിടെ ഇല്ല. അവർക്ക് കാലാന്തരത്തിൽ വെളിപ്പാട് അവരുടെ സൈൻ അല്ല. ഈ ചങ്ങാതിമാർക്ക് അത് മനസ്സിലാക്കാനുള്ള ഗ്രാഹിയില്ല. ആദിമസഭയിലെ ആദ്യത്തെ ശിവന്റെ കാലത്തിലേക്ക് അവിടെ നടക്കുന്ന പീഡനം നടക്കുമ്പോൾ പറയപ്പെടുന്ന സംഗതി ഒന്നും ഇല്ല. പിൽക്കാലത്തുണ്ടായത് അന്നേരം ഈ സഭയ്ക്ക് അത് അടയാളമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സഭയ്ക്ക് അടയാളമല്ലത്, അതിന് ശേഷമാണ് വെളിപ്പെട്ട് വന്നത്. അത് തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധി ഞാനും നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കർത്താവ് ദിവസം വരുന്നു അറിയാതുകൊണ്ട്, കർത്താവ് ദിവസം അറിയാതുകൊണ്ട് അതിനെ ഒരുങ്ങുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ യാത്രയിൽ ഒന്നും ഈ വിഷയത്തിൽ കുറച്ച് പോയിന്റുകളുണ്ട്. അതുകൊണ്ട് കർത്താവ് 2 പാദങ്ങളുണ്ട് എന്ന് അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് വെള്ളിയാഴ്ച കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ കൃപയോടെ നമുക്ക് ദൈവം സാഹചര്യം ഒരുക്കുന്നുവെങ്കിൽ വീണ്ടും ചിന്തിക്കാം. ദൈവമായ കർത്താവ് രാത്രി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും വിഷുവില്ല ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു, വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ അവന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ. തെറ്റിപ്പോകരുത്. ദൈവവചനം പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, പഠിപ്പിക്കേണ്ടത് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വമാണ്. ഓരോ വിശ്വാസി പഠിക്കാൻ സന്മനസ്സ് കാണിക്കണം. നിങ്ങൾ എബ്രായ ലേഖനത്തിൽ കർത്താവ് സഭാവിശ്വാസികളെ ശ്ലാഘിക്കുകയല്ല, പ്രായം ഓർക്കുമ്പോൾ അവർ ഉപദേശകന്മാരാകണമെന്ന് അതിലെഴുതിയിട്ടുണ്ട്. അവർ പാലം പിടിക്കുന്നവരാകുകയാണ്. ശിശുത്വമായി ശിശുക്കളായിരിക്കുന്നത് അഭികാമ്യമല്ല. സ്വഭാവത്തിൽ ശിശുക്കളായിരിക്കുമ്പോൾ അറിവിൽ പ്രവർത്തിയിൽ പുരുഷന്മാരെ പോലെയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ബാലപാഠങ്ങൾ പഠിക്കുക. ബാലപാഠങ്ങൾ പഠിച്ചിട്ട് കട്ടിയായ മീറ്റ് കഴിക്കത്തക്കവണ്ണം ആത്മീക പക്വതയുള്ളവരായി തീരുക. നമ്മെ വഞ്ചിക്കരുതോ ആരും. നമ്മളോട് ഒരാൾ അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ പോകത്തില്ല. കാരണം നമുക്കറിയാം ക്രിസ്തു അവിടെ വരത്തില്ല എന്ന്. മനസ്സിലായോ? നമുക്കറിയാം ക്രിസ്തു വരുന്നേ. പോസ്റ്റർപ്പുകാരൻ പറഞ്ഞാൽ ഒലുമലേ വരുമെന്ന് പറയും. അപ്പം അവിടെ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പോകത്തില്ല. അപ്പൊ ഈ പറയുന്ന ആൾ ആരായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. എവിടെ? അവിടെ എന്ന് പറയുന്നത് ഇസ്രായേലോടുള്ള ബന്ധത്തിലാണ്. ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ അവർ പോകും. കാരണം ക്രിസ്തു വരുന്ന സ്ഥലം പ്രത്യേകമായി പറഞ്ഞിട്ടില്ല അവർക്ക്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തികച്ചിട്ടില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് രാജാവായി പിറക്കുന്നവരാണ് പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് രാജാവ് അന്വേഷിക്കേണ്ടി വന്നത്. അവിടെ പ്രബലമായ ചിന്തയുണ്ടായി വന്നു. ഏത് ക്രിസ്തു യഹൂദനാണോ നിർബന്ധമില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എവിടുന്നും ജനിച്ചു വരാമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ആ ഒരു വലിയ അടിസ്ഥാനമൊന്നും ഇല്ല.
അതുകൊണ്ട് അവിടെ ഇവിടെ ഓടിപ്പോലെ നമ്മളോട് ആര് പറഞ്ഞാലും നമ്മൾ ഓടത്തില്ല. ദൂരമില്ലാത്ത ആരെങ്കിലും ഓടത്തുള്ളൂ. ദൂരമുള്ളവർ ആരും ഓടത്തില്ല. സാമാന്യ ബോധമുള്ളവർ അവിടെ അല്ല വരുന്ന മുകളിൽ നിന്നാണ് അവന്റെ മഹാപ്രത്യക്ഷ പോലുമായിട്ടില്ല വരേണ്ടത്. നമ്മൾ അങ്ങോട്ടും പോകേണ്ട ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. മറ്റേത് സഭയെ ചേർക്കാൻ വരുന്നത് മേഘങ്ങളിൽ അവൻ ഇറങ്ങി സ്വർഗത്തിൽ നിന്ന് സഭ മേലോട്ട് എടുക്കപ്പെടുമെന്ന് നമ്മൾ അവിടെ പറഞ്ഞ് നമ്മൾ ആരും പോകില്ല, ബോധമില്ലാത്തവരാണ്. കേരളത്തിൽ പലരും ക്രിസ്തുക്കളെ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ കൂടെ കുറെ അനുയായികളുമുണ്ട്. അവർക്ക് സാമാന്യ ബോധമോ ദൈവ പരിജ്ഞാനമില്ല. അവരെയൊക്കെ വഞ്ചിച്ചിരിക്കുന്നതാണ് പിശാച്. അതിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ മുൻകൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപയിൽ ദൈവം നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങളെയും കൃപയിൽ നിങ്ങളെ പരിപാലിച്ചത് ദൈവശക്തി മാറകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ